ആഗോള കോർപ്പറേറ്റുകൾക്കിടയിലെ മലയാളി ശബ്ദം രാജ്മോഹൻ പിള്ളൈ. ചേട്ടന് സൂയിസൈഡ് ചെയ്തില്ലെങ്കിൽ എനിക്കും സൂയിസൈഡ് ചെയ്യാതെ ഇരിക്കാം. പക്ഷേ ഇസ് ദാറ്റ് എ സൊല്യൂഷൻ? യു വിൽ ഹാവ് ടു ടേക്ക് എ കോൾ. എനിക്ക് റൈറ്റ് ഉണ്ട് ഒരാളെ കൊല്ലാനായിട്ട്. ഐ ഹാവ് എ ഗൺ ഓൺ. അച്ഛനൊരു ലയബിലിറ്റി വന്നു. ഏറ്റവും വലിയ നഷ്ടം ഓഫ് ഇന്ത്യ വന്നിട്ട് ബാങ്ക് ഒരു കേസ്. അന്നത്തെ 55 ലക്ഷമായിരുന്നു ഒരു മാസത്തെ ഇൻട്രസ്റ്റ് മാത്രം. ഏത് ഫിയർ ചെയ്താലും അതല്ലായിരിക്കും നിങ്ങൾക്ക് നടക്കുന്നത്. സംതിങ് എൽസ് വിൽ ഹാപ്പൻ. മോളുടെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് അവര് തിരുവനന്തപുരം തൊട്ട് അദ്ദേഹത്തിന്റെ വീട് വരെ പന്തലിട്ടു റോഡിൽ. എല്ലാവർക്കും 8 റോളക്സ് വാച്ചസ് ഒൺലി ഫോർ ദാറ്റ് കല്യാണം. നമ്മൾ എത്ര വലിയ കല്യാണമോ എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ദ മെമ്മറി ഈസ് എക്സ്ട്രീംലി ഷോർട്ട്. മലയാളി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹെൽത്തി ഫുഡ് ഏതാണെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമ്പർ 1, പലരുടെയും നമ്പർ 1 ആയിട്ട് വരുന്ന ഒന്നായിരിക്കും കശുവണ്ടി. കശുവണ്ടി വിൽക്കുന്നതിലെ ലോകത്തിലെ തന്നെ രാജാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. രാജ്മോഹൻ സാർ, ഒരുപാട് സന്തോഷം. ബീറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. ശരിക്കും ഈ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മൾ ഇത്രയും ലോകത്തിന് മുന്നിൽ നമ്മളുടെ ഒരു ബ്രാൻഡ് മുന്നിൽ വന്ന് നിൽക്കുക. സീരിയസ്ലി അത് ഒരിക്കലും ഒരു കേരളത്തിൽ ഒരു ബ്രാൻഡ് വരുന്നു അല്ലെങ്കിൽ കേരളത്തിൽ ഒരു മലയാളിയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നതെന്ന് പറയുമ്പം വെരി പ്രൗഡാണ്. ശരിക്കും എങ്ങനെയായിരുന്നു സാർ? കാരണം ബീറ്റ ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമല്ല ഫാമിലിയെ കുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഫസ്റ്റ് തന്നെ ബിസിനസ്സിലേക്ക് എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഓക്കെ, ഞാൻ ഈ 14 വയസ്സായപ്പം തന്നെ എനിക്ക് ബോംബെയിൽ ഫ്ലാറ്റ്സ് ഉണ്ടായിരുന്നു, ഹൈദരാബാദിൽ 1000 ഏക്കർ ഉണ്ടായിരുന്നു, ഈ എൻ്റെ ഗ്രേപ്പ് ഗാർഡൻ, ഇവിടെ എല്ലാം പ്രോപ്പർട്ടീസും ഇതുമെല്ലാം ഉണ്ട്. എൻ്റെ ഫ്ലാറ്റിലായിരുന്നു വിജയമല്യ റെൻറ്റിന് താമസിക്കുന്നത്. ആ ഫ്ലാറ്റ് നോക്കുന്നത് ഓവൽ മൈതാന, അവിടെയാണ് സച്ചിൻ തെണ്ടുൽക്കർ വന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ 14 വയസ്സിൽ വിചാരിച്ച് ഈ ജോലി ഒന്നും ഇനി ചെയ്യണ്ട. എൻ്റെ വിജയമല്യ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറേ കാസറ്റ്സ്, സിനിമ കാസറ്റ്സ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് എനിക്കങ്ങ് ഹാപ്പി ആയിട്ട് ജീവിതം തീർത്താൽ മതിയെന്നാണ് ഞാൻ ഒരു സമയത്ത് വിചാരിച്ചു. അതിൻ്റെ കൂടെ എനിക്കാണെങ്കിൽ പഠിക്കാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ മാർക്സ് വരുമ്പോൾ എല്ലാത്തിനും ഹാഫ് ഔട്ട് ഓഫ് 20, 1 ഔട്ട് ഓഫ് 20, മാത്സിന് മാത്രം 20 ഔട്ട് ഓഫ് 20. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതായിട്ട്. അതുകൊണ്ട് ഈ 1st to 5th സ്റ്റാൻഡേർഡ് വരെ ഈ ക്ലാസ് ടീച്ചർ മാത്സ് ടീച്ചർ ആയതുകൊണ്ട് ആ ടീച്ചർ ഒരു ഐ കനോട്ട് ഹാവ് ദിസ് സ്റ്റുഡൻറ്റ് ഇൻ മൈ ക്ലാസ്, അതുകൊണ്ട് നെക്സ്റ്റ് ഇതിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരു പിടിയില്ല ഇംഗ്ലീഷും സ്പെല്ലിങ്ങും. അപ്പം സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, എൻ്റെ എല്ലാ ദിവസവും കരച്ചില്ല, സ്കൂളിൽ പിടിച്ചുകൊണ്ട് പോകണം, എല്ലാം ഈ ഡിഫിക്കൽട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇതാ ഏറ്റവും നല്ല. എന്നിട്ട് വിജയമല്യ നന്നായിട്ട് ഫ്ലാറ്റ് അങ്ങ് ശരിയാക്കി, ഏറ്റവും നല്ല ബെഡ്, അന്ന് ഇമ്പോർട്ട് ചെയ്ത കാർപ്പറ്റ്സും എല്ലാം ആയിട്ട്. ഞാൻ വെച്ചു ഇതാ ഹെവൻ, വേറെ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു. നല്ല സുഖമായിട്ട്. അപ്പൊ അന്ന് തന്നെ ഈ ഫാക്ടറീസിലോട്ട് ഈ ഹോളിഡേയ്സ്, ഞങ്ങൾക്ക് ഈ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥലത്തോട്ട് പോകുന്നതോ ഒന്നുമല്ല. ഇത് നമ്മൾ എല്ലാ പ്രാവശ്യവും എല്ലാ മണിക്കൂറും എന്തെങ്കിലും നമ്മളെ ജീവിതത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന അച്ഛൻ്റെ ഒരു തിയറി. അപ്പം കുട്ടികൾ വിശക്കുമ്പം അവർ തന്നെ വന്ന് ചോദിച്ച് മേടിച്ചില്ലെങ്കിൽ ഫുഡ് കൊടുക്കണ്ട, ദേ വിൽ കം. ഒരിക്കലും നമ്മളൊരു കുട്ടിയെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ ദേ വിൽ കം ടു ഈറ്റ്, ബിക്കോസ് അതൊരു നോർമൽ കാര്യമാണ്. കുട്ടികളെ നേരത്തെ ഉറക്കണമെങ്കിൽ നേരത്തെ എണീപ്പിച്ചാൽ മാത്രം മതി. ബാറ്ററി വിൽ ഗോ ഓഫ്, ദേ വിൽ സ്ലീപ്പ് ഏർലി. അല്ലാതെ നമ്മൾ കയറി അവരെ പുഷ് ചെയ്ത് 8 മണിക്ക് ഉറക്കണം എന്ന്. നിങ്ങൾ രാവിലെ ഒരു 4.5 മണിക്കൂർ 5 മണിക്ക് അങ്ങ് വിളിച്ച് ഉണർത്തി കഴിഞ്ഞാൽ ഇവർ 8:30 അങ്ങ് ഉറങ്ങും. ദാറ്റ് ഇസ് ഇത്. അപ്പം ഞങ്ങൾക്ക് പോക്കറ്റ് മണി ഇല്ല. ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഗോ ടു ദി ഫാക്ടറി ആൻഡ് വർക്ക് ദെയർ. എന്നിട്ട് തിരിച്ചു വരും. നമുക്ക് നമ്മളുടെ തന്നെ ഒരു ഹോളിഡേ ആണെങ്കിൽ അന്ന് യു ഗോ ടു ദി ഓഫീസ് ആൻഡ് കം ബാക്ക്. അങ്ങനെ ഒരു സിസ്റ്റം.
അപ്പോൾ ഈ ബോംബെയിലെ ഫ്ലാറ്റിലെല്ലാം വന്ന് അച്ഛന് അസുഖമായിട്ട് പോകുമ്പം ബോംബെയിൽ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അപ്പം മാത്രമേ അവിടെ പോകത്തുള്ളൂ. അല്ലാതെ ഐ ഹാവ് നെവർ ഗോൺ ഓൺ നിങ്ങൾ പറയുന്ന പോലെ ഹോളിഡേയ്സ്. I have gone to many countries, പക്ഷേ it is only on business. ആ ബിസിനസ് കഴിയുമ്പം ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരണം. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ പഠിക്കുന്ന സമയമായിരുന്നു ഹോളിഡേ. കാരണം പഠിക്കുന്നില്ലല്ലോ. പക്ഷെ പഠിക്കുന്ന എല്ലാ ടീച്ചേഴ്സും ചീത്ത വിളിക്കുക. അപ്പൊ വലിയ പാടായി. എണീച്ച് നിന്നൊരു പാരഗ്രാഫ് വായിക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ അവിടെ ഫസ്റ്റ് റോ തുടങ്ങുമ്പോൾ തൊട്ടേ വേർക്കുക. ബിക്കോസ് യു കനോട്ട് റീഡ്. ബിക്കോസ് ഡിക്സലെക്സിയ എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട്. അപ്പം ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് പ്രോസസ്. സംസാരിക്കാൻ പറ്റത്തില്ല. ഈ 6 9 ആയിട്ട് കാണും, 9 6 ആയിട്ട് കാണും. അപ്പം നമ്മൾ ഈ വായിക്കുമ്പോൾ അവർ പറയും അതല്ല എന്ന് പറയുമ്പം നമ്മളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുന്ന ഈ നമ്പറാ. വാട്ട് ക്യാൻ യു സേ? അപ്പം ഇറ്റ് ഈസ് നോട്ട് നമ്മളുടെ കുഴപ്പമല്ല, അന്നത്തെ ടീച്ചേഴ്സിന് ഇത് അണ്ടർസ്റ്റാൻഡും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ടു ടീച്ച് എ സ്റ്റുഡൻറ് ലൈക്ക് ദിസ്. അപ്പം ഇപ്പം നമ്മൾ എനിക്ക് ഏതെങ്കിലും പാട്ടോ ഒരു സിനിമ കണ്ടാ യു വിൽ നെവർ ഫൊഗെറ്റ്. അത് 10 വർഷമാണെങ്കിൽ 20 വർഷമാണെങ്കിൽ ഏത് സീന് ഏത് രീതിയില്ല മമ്മൂട്ടി എന്താ സീന് അത് വരും. പക്ഷേ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന രീതിയിൽ നമ്മളടുത്ത് പറഞ്ഞു തന്നാൽ വി ഡോണ്ട് റിമെമ്പർ. അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പം അത് ഇവർക്ക് അറിഞ്ഞും കൂടാ. ഇറ്റ് വാസ് എ വെരി ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. അപ്പം സ്കൂൾ വാസ് ഹെൽ. ഈ മാർക്സ് കൊണ്ടുവന്ന് കാണിക്കുന്ന ഇറ്റ് ഇസ് അനദർ ഹെൽ. അത് ഒപ്പിടാതെ തിരിച്ച് ഇത് ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ 2ാം ക്ലാസ്സിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഈ ഹാഫ് മാർക്ക് 1 മാർക്ക് അതിൻ്റെ എല്ലാം ഇപ്പുറത്ത് 1 1 1 ഇട്ട്. അപ്പം വളരെ ഈസി. മാത്സിന് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യേണ്ടാത്ത ആവശ്യം. ഇത് എന്നിട്ട് അമ്മയെക്കൂടെ അപ്പം അമ്മ പറഞ്ഞു നല്ല മാർക്സ് കിട്ടിയിട്ടുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ അത് മായ്ച്ചപ്പം ഇത് ശരിയായില്ല, നന്നായിട്ട് മായ്ച്ചില്ല. അപ്പം ഇത് തിരിച്ച് സ്കൂളിൽ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇതായിട്ട്. അതുകൊണ്ട് ഞാൻ വെച്ച് ഒളിച്ചോടി പോവാം, നമുക്ക് ഇനി നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ഞാനും വേറെ 4 കുട്ടികളുണ്ട്, ആരും പഠിക്കത്തില്ല, ആർക്കും പഠിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്ത് ഇങ്ങനെ ഒളിച്ചോടി. അപ്പോൾ ഒളിച്ചോടി ചെയ്യുമ്പോൾ എന്തോ ചെയ്യും. അപ്പം നമുക്ക് പോക്കറ്റ് അടിച്ച് ജീവിക്കാം. എന്താണെന്ന് വെച്ചാൽ രൺധീർ കപൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർ ഉണ്ട്, ഋഷി കപൂറിൻ്റെ ബ്രദർ. അയാൾ അന്നത്തെ ഒരു ഹീറോ ആണ്. അപ്പം അയാൾ ഒരു സിനിമയിൽ വന്നിട്ട് പോക്കറ്റ് അടിച്ച് ഈസ് വെരി റിച്ച്, ഭയങ്കര നല്ല. അപ്പം അതാ ഈസിയസ്റ്റ് വേ. അപ്പോൾ പോക്കറ്റ് അടിക്കുന്ന എവിടെയാണ്? അയാൾ പോക്കറ്റ് അടിക്കുന്ന ബോംബെയിലാണ്. അപ്പോൾ ബോംബെയിൽ എത്തണം, എന്നിട്ടേ പോക്കറ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ബുദ്ധിയുള്ളൂ ഈ 2ാം ക്ലാസ്സിൽ. അത്ര ബുദ്ധി ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് വെദർ ഇറ്റ് വാസ്. പിന്നെ നമ്മൾ ഫാക്ടറി പോകുമ്പോൾ ആരും നമ്മളെ ചീത്ത പറയത്തില്ല എന്ന് പറഞ്ഞാൽ ബിക്കോസ് മലയാളിയുടെ മോനാന്ന് പറഞ്ഞുകൊണ്ടുള്ള ചീത്ത പറയത്തില്ല എന്നല്ല. പക്ഷെ അവർ നമ്മളെ പഠിപ്പിച്ച് മടുത്ത് ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇത് കഴിഞ്ഞ് പതുക്കനെ അപ്പം ഈ അച്ഛൻ്റെ ഈ പാർട്ടീസ് ഡിന്നേഴ്സോ ഫോൺ വിളിച്ചു കൊടുക്കുന്നതെല്ലാം ഞാനാ ഈ ഹോളിഡേയ്സിനല്ല. അപ്പൊ ഇതെല്ലാം ഐ ഡിഡ്ന്റ് നോ. ഇതെല്ലാം ഈ മെമ്മറിയിൽ ഇങ്ങനെ പതുക്കനെ ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം ഇങ്ങനെ മെമ്മറിയിൽ പോകുന്നുണ്ട് ഇതായിട്ട്. അപ്പൊ ഒരു ദിവസം അന്നത്തെ അഡ്മിറൽ ഓഫ് ഇന്ത്യ, ഈ നേവിയുടെ അഡ്മിറലിന്റെ മോൻ നമ്മളോട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് ഷിപ്സ് ഉണ്ടായിരുന്നു, 5 ഷിപ്സ്. അന്ന് ആർക്കും ഈ ഷിപ്സ് ഒന്നും ഇല്ലാത്ത ആളല്ല. അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അപ്പം എന്തോ അവിടുന്ന് ഈ പൈസ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് വന്നു. അപ്പം അതിൻ്റെ ഒരു ആ കമ്പനിയിൽ ഒരു നോട്ടീസ് പോയി അയാൾ മാനേജറായിട്ട് പൈസ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അഡ്മിറൽ പറഞ്ഞു അഡ്മിറലിനെ അച്ഛനെ വന്ന് കാണണമെന്ന്. അപ്പം ബോംബെയിലായിരുന്നു, ടാജിലായിരുന്നു. അപ്പം അഡ്മിറൽ വന്ന് കണ്ടു. അപ്പം അച്ഛൻ വലിയ കാര്യമായിട്ട് സംസാരിച്ചപ്പോൾ അഡ്മിറൽ വന്ന് ലുക്കിയർ, എനിക്ക് റൈറ്റ് ഉണ്ട് ഒരാളെ കൊല്ലാനായിട്ട്. ഐ ഹാവ് എ ഗൺ ഓൾസോ. എൻ്റെ കുട്ടിയെ പറ്റിയ ദറ്റ് യു ആർ സെയിങ് ദറ്റ് പൈസ എടുത്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് അയാൾ തോക്കങ്ങ് എടുത്തു. അപ്പം ഞാനൊരു കൊച്ചുകുട്ടിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയോ, ഇതല്ല ഒരു സിനിമയെ പോലെ കണ്ടുകൊണ്ടിരിക്കുക. അയാൾ തോക്കിങ്ങനെ എടുത്തപ്പം അച്ഛൻ പറഞ്ഞ മോഹൻ ഒരു ഡ്രിങ്കും കൂടെ, ഇറ്റ്സ് ടൈം ഫോർ അനദർ ഡ്രിങ്ക്. അന്നൊരു ബ്ലാക്ക് ലേബിളുണ്ട്, ഒരു ഡ്രിങ്ക് ഒഴിച്ച് കൊടുത്തപ്പം ഈ തോക്കകത്ത് പോയി ഗ്ലാസ്സിലോട്ട് കൈ പോയി. അപ്പം ഇതെല്ലാം ഹൗ ടു ഗെറ്റ് എ സിറ്റുവേഷൻ ഡൗൺ എന്നും എല്ലാം ഈ
ഫൂളിഷ് മെമ്മറിയിൽ എവിടെയോ എല്ലാം പൊയ്ക്കൊണ്ട് ഇരിക്കുമായിരുന്നു. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇത് പോസിബിളായി ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വളരെ റിച്ച് ആള് ഈ എസ് ക്ലാസ് ബെൻസിലെല്ലാം സ്കൂളിൽ പോയിന് ഒരു കുട്ടി സഡൻ ആയിട്ട് അച്ഛനൊരു ലയബിലിറ്റി വന്നു. ഏറ്റവും വലിയ നഷ്ടം ഓഫ് ഇന്ത്യ വന്നിട്ട് ബാങ്ക് ഒരു കേസ് കൊടുക്കുന്നുണ്ട്. അപ്പം ആ കേസിൽ ബാങ്ക് പറഞ്ഞത് ദാറ്റ് ലുക്ക് ഹിയർ, ഇതൊരു റീഹാബിലിറ്റേഷനോ വേറെ വല്ല ഫൈനാൻസിങ് വേണമെങ്കിൽ യുവർ സൺ വിൽ ഓൾസോ ഹാവ് ടു സൈൻ ദിസ് ലയബിലിറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ കൺസിഡർ ചെയ്യത്തില്ല. ബിക്കോസ് എന്തായാലും നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ മോനെങ്കിലും വർക്ക് ചെയ്തിട്ടേ ഇത് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ട്. അവർ ദേ മെയ്ഡ് കണ്ടീഷൻ ലൈക്ക് ദാറ്റ്. ആ കണ്ടീഷനിൽ ഞാനാണെങ്കിൽ പോയി ഒപ്പിടണ്ട. അപ്പം അച്ഛൻ പറഞ്ഞ് നീ ഒപ്പിടണ്ട, എൻ്റെ ചേട്ടൻ പറഞ്ഞ് നീ ഒപ്പിടണ്ട എന്ന്. എൻ്റെ അങ്കിളുണ്ട് രവീന്ദ്രനാഥൻ നായർ, അദ്ദേഹമായിരുന്നു ഏറ്റവും ഹയസ്റ്റ് ടാക്സ് പെയർ ഇൻ ദ കൺട്രി, 2 വർഷമായിട്ടുണ്ട്. ഏറ്റവും നല്ല മൂവീസ് ഇൻ ദ കൺട്രി എടുത്തിട്ടുള്ള BBC അവാർഡ് ഫോർ ദി ബെസ്റ്റ് മൂവി വരെ കിട്ടിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു വേണ്ടാന്ന്. എൻ്റെ അമ്മ മാത്രം പറഞ്ഞു ദാറ്റ് ലുക്ക് ഹിയർ, നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ ലയബിലിറ്റിയാ, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു പേ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഈ ബുദ്ധിയില്ലാത്ത ആള് വലിയ ശക്തിയായിട്ട് ഐ വിൽ പേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ കാര്യമായിട്ട് പോയി ഒപ്പിട്ടു. ഞാൻ അറിയുന്നില്ല ഇത്ര വലിയ ലയബിലിറ്റിയെ എന്തുവാ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അന്ന് തൊട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്, ബിക്കോസ് ആ ഒപ്പിട്ട സമയം തൊട്ട് അന്നത്തെ 55 ലക്ഷമായിരുന്നു ഒരു മാസത്തെ ഇൻട്രസ്റ്റ് മാത്രം. അപ്പം അന്നത്തെ ഈ 40 കോടി എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു 9,000 crores വാല്യൂ ആണ്. ആ ലയബിലിറ്റി പേ ചെയ്യാനായിട്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു, ഒരു പ്രോസസ് ഓഫ് ഇത് ദാറ്റ് എനിക്കറിയാവുന്ന ഏതെല്ലാം ഞാൻ പൈസ സേവ് ചെയ്താലും ഇത് ചെയ്താലും ഇറ്റ് വിൽ നോട്ട് മേക്ക് എ ഡിഫറൻസ് ഓൺ ദി 55 lakhs of rupees. ബിക്കോസ് അന്നത്തെ ഈ ഏറ്റവും വലിയ ധനവാന്മാരെല്ലാവരും 1 ലക്ഷം 2 ലക്ഷം ഉള്ള ആളുകളാണ് ഏറ്റവും വലിയ റിച്ചസ്റ്റ് പീപ്പിൾ. അതെല്ലാം കഴിഞ്ഞൊരു ഒരു ലിമിറ്റാണ്. എല്ലാവർക്കും അറിയായിരുന്നു ഞാൻ ഒരു ഫൂളാണെന്ന്, അതുകൊണ്ടാണ് ഇത് പോയി ഒപ്പിട്ടതെന്ന്. ആൻഡ് എവരിബഡി ന്യൂ ദാറ്റ് ഐ വാസ് നോട്ട് വെരി ഗുഡ് ഇൻ സ്റ്റഡീസും എല്ലാം അറിയായിരുന്നു. ഐ വാസ് ഗെറ്റിംഗ് ബെറ്റർ. ഈ ഡിക്സലക്സിക്ക് ഒരു ഗുണമുണ്ട്, ഇങ്ങനെ കുറച്ച് കാലം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന യു ക്യാൻ ബെറ്റ് ബെറ്റർ. പക്ഷേ നത്തിങ് ടു ഡു വിത്ത് എക്സെപ്ഷണൽ ഒരു കുട്ടിയോ ഒന്നും അല്ല. അപ്പം സഡൻ ആയിട്ട് ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് എല്ലാവരും ഈ മോഹം മാറ്റാൻ തുടങ്ങി. ബാക്കി എല്ലാ ബർത്ത്ഡേക്കും എല്ലാവരെയും വിളിക്കുന്ന എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഈ പാർട്ടീസിന് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. നോട്ട് ദറ്റ് ഐ ഗോ ഫോർ പാർട്ടീസ്, അവർ വിളിക്കത്തില്ല. നമ്മളാണെങ്കിൽ പോകുമ്പം പതുക്കനെ എല്ലാവരും അങ്ങ് മാറി അങ്ങ് പോകുന്നത്. അതിൻ്റെ മുമ്പേ എല്ലാവരും ഓടി വന്ന ആളുടെ അടുത്തുനിന്ന് ഈ മാറിപ്പോകുന്നതും നമ്മളൊരു പതുക്കനെ ഒരു അൺടച്ചബിൾ ആയിട്ട് ഈ മാറുന്നത് യു ക്യാൻ ആക്ച്വലി സീ. ഇത് തന്നെ ആ സമയത്ത് തന്നെ there was 175 കേസസ് ഉണ്ടായിരുന്നു അച്ഛൻ്റെ കമ്പനീസിന്, ഡിഫറെൻറ്റ് കമ്പനീസിന് ഓപ്പറേഷൻ. അതിന് ലോയേഴ്സിന് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, ഈ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല ജോലിക്കാർക്ക്. ഇതെല്ലാം പ്രോബ്ലമായിട്ട് വരാൻ തുടങ്ങി. എന്നിട്ട് അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ICU ഇല്ല. അപ്പം നോബഡി ടു ആസ്ക് ആൻഡ് ഗെറ്റ് എ റിപ്ലൈ, എന്തുവാ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഒരു കുട്ടിയെടുത്ത് വെള്ളത്തിയിട്ട് സ്വിമ്മിങ് പഠിക്കാൻ പറഞ്ഞതുപോലെ ഒരു സ്വിമ്മിങ് ആയിരുന്നു. എത്ര വെള്ളം കുടിച്ചെന്ന് എൻ്റെ അടുത്ത് ചോദിക്കില്ലേ, ഐ ഹാവ് നോ ഐഡിയ, ഐ റിയലി ഡോണ്ട് ഹാവ്. അങ്ങനെയാ ബിസിനസ്സിൽ വന്നത്. നമ്മളെപ്പോഴും പറയും ഒരു ഹൈറ്റിൽ നിന്ന് താഴെ വീഴുമ്പോഴേ അതിന്റെ പെയിൻ അറിയുള്ളൂ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു പെയിന് പഠിക്കുന്ന സമയത്തേ താഴെ വീണു അല്ലേ? 14ാമത്തെ വയസ്സിൽ നമ്മൾ നല്ലൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചു. ആ സമയത്ത് തന്നെ ഫാദറിന് എന്തൊക്കെയായിരുന്നു ബിസിനസ്? ഫാദർ കാഷ്യൂസിൽ വേൾഡ്സ് ലാർജസ്റ്റ് ആയിരുന്നു. ഷിപ്പിംഗ് ഉണ്ടായിരുന്നു. ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്സ് ഉണ്ടായിരുന്നു, അഗൈൻ ലാർജസ്റ്റ് ഇൻ ദ കൺട്രി. മീറ്റ് എക്സ്പോർട്സ് ഏറ്റവും ലാർജസ്റ്റ് ഇൻ ദ കൺട്രി. അന്ന് ടാറ്റാസ് ആയിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട്
ഹോട്ടൽസ് ഗോവയെ തുടങ്ങിയായിരുന്നു. എന്നിട്ട് മോനെ സിംഗപ്പൂർ അയച്ചിട്ട് സിംഗപ്പൂരിൽ അവിടുത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫാക്ടറി ഇട്ട ഒരു സമയത്തായി ഈ ലയബിലിറ്റി വന്നത്. ശരി. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ ഭയങ്കര നല്ല രസമാണ്. ചേട്ടനാണെങ്കിൽ ജനിച്ചപ്പം അച്ഛൻ സൈക്കിളിലായിരുന്നു ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ബൈ ദ ടൈം ഹി ബിക്കെയിം 21 സിംഗപ്പൂരിൽ പോയത്. അച്ഛൻ ഓൾറെഡി വാസ് വെരി റിച്ചും. അപ്പം ഈ ഒരു പ്രോഗ്രസ് മാത്രമേ ചേട്ടൻ കണ്ടെത്തുള്ളൂ. അപ്പം ചേട്ടൻ്റെ മൈൻഡിൽ ഹീസ് ഓൾവേസ് എ പ്രിൻസ്. എൻ്റെ അമ്മ എല്ലാവർക്കും രാജൻ, അമ്മയുടെ പേര് രാജമണി അമ്മ, എനിക്ക് രാജ്മോഹൻ, എല്ലാം ഒരു രാജുണ്ട്. അപ്പം in his mind he was always a prince. അപ്പം നല്ല കാര്യങ്ങൾക്കോട്ട് വലിയ ഇഷ്ടമാണ്. ഏറ്റവും നല്ല വാച്ച്, ഏറ്റവും നല്ല കാറ്, ഏറ്റവും ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്ന ഏറ്റവും നല്ല റൂം, ഫ്ലൈറ്റിൽ പോയ ഫസ്റ്റ് ക്ലാസ് മാത്രം. ഹി വെൻറ്റ് ഓൺ ടു ഹാവ് ഹിസ് ഓൺ എയർക്രാഫ്റ്റ്. അങ്ങനത്തെ ഒരു വാസന ഉള്ള ഒരാളായിരുന്നു. അപ്പം വെൻ ഹി വെൻറ്റ് ഇൻ ടു ബിസിനസ് ആൻഡ് അത് തിങ്ക് ചെയ്യുമ്പോൾ ഹി ഹാഡ് ടു ബി ദി ബെസ്റ്റ്, നമ്പർ 1 ഇൻ ദാറ്റ് കൺട്രി. ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്താലും ഇറ്റ് ഹാസ് ടു ബി ദ നമ്പർ 1. ഇന്ത്യയിൽ കൊക്കക്കോള കൊണ്ടുവന്ന രാജനന, കൊക്കക്കോളയുടെ 76% രാജനന ഓൺ ചെയ്യുന്നത്. അപ്പം ഈ വാസനായി വാസ് ഓൾവേസ് ടു നമ്പർ 1. അപ്പം അന്നത്തെ ലാർജസ്റ്റ് ഫുഡ് കമ്പനി ഇൻ ഇന്ത്യ, ഇൻ ഏഷ്യ ലാർജസ്റ്റ് ബിസ്ക്കറ്റ് കമ്പനി. അപ്പം ആ ഒരു തിങ്കിങ് ഈസ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. അച്ഛനാണെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കി അടുക്കി പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്ന. ഹിസ് തിങ്കിങ് വാസ് ഓൾവേസ് ബിക്കോസ് ഒരു പ്രിൻസ് ആയിട്ടാണ് ജനിച്ചത്. എൻ്റെ അച്ഛൻ വാസ് എ മണി മിൻറ്റിങ് മെഷീൻ. എല്ലാത്തിലും പൈസ. അപ്പം രാജനായി കൊച്ചിലെ പറഞ്ഞാൽ നമുക്ക് ഷിപ്പിങ്ങിൽ കയറണം, ലെതറിൽ കയറണം, ടെക്സ്റ്റൈൽസിൽ കയറണം എന്ന് പറയുമ്പോൾ അച്ഛൻ വാസ് വില്ലിങ് ടു ഫണ്ട് ഇറ്റ് ബിക്കോസ് മോന് അങ്ങനെ വന്നാൽ നന്നായിട്ട് വരും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ചേട്ടൻ അങ്ങനത്തെ ഒരു വാസനയില്ല. ദാറ്റ് ഹി ആക്ച്വലി ഗ്രൂ. ഒരു പ്രിൻസ് ആയിരുന്നു ശരിക്കും എപ്പോഴും. പിന്നെ എങ്ങനെയായിരുന്നു? കാരണം അത്രയധികം ഇന്ത്യ തന്നെ ഒന്ന് പകച്ചു നിന്ന് പോയൊരു മൊമെന്റ് ഒക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ട്രാജഡി? അപ്പൊ ഈ ബേസിക് ആയിട്ട് ഈ നമുക്ക് ഇങ്ങനത്തെ ഒരു വാസന ഇരിക്കുമ്പോൾ there are lot of liabilities that come. രാജനന്റെ ലൈഫ് സ്റ്റൈൽ വാസ് ബിഗർ ദാൻ ഇന്നത്തെ പ്രിൻസ് ചാൾസ് ഉണ്ട്. ചാൾസും ഡയാന ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ കപ്പിൾ ഇൻ ലണ്ടൻ. അവർക്ക് സ്പെൻഡ് ചെയ്യാനേക്കാട്ടി കൂടുതലായിരുന്നു രാജനനും ഗോപിയേച്ചിയും ലണ്ടനിൽ സ്പെൻഡ് ചെയ്ത്. അങ്ങനെ അത്ര ഇഷ്ടമായിരുന്നു ഈ നമ്പർ 1 കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും. അപ്പം ആ ഒരു രീതിയിൽ ഇഫ് യു ഹാഡ് ഗ്രോൺ അത് നോർമൽ ആയിരുന്നു. ബിക്കോസ് ആ ലൈഫ് സ്റ്റൈലും ബിസിനസ്സിന് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇഫ് യു ഹാഡ് ഗ്രോൺ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈറ്റ് ഉണ്ടായി ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ഹിസ് പാർട്ട്ണർ. അന്ന് റോസ് ജോൺസൺ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമായിരുന്നു നെബിസ്കോവിൻ്റെ ചെയർമാൻ. ആ ചെയർമാൻ ആയിരുന്നു രാജനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഗ്രോത്ത് കൊണ്ടുവരേണ്ടതെന്നെല്ലാം അദ്ദേഹമായിട്ടൊരു വഴക്ക് വന്നു. അപ്പം അതിൻ്റെ സ്റ്റോറി നമ്മൾ കുറച്ചും കൂടെ മുമ്പേ അറിഞ്ഞാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. രാജനാണെങ്കിൽ ഈ അച്ഛന് ലയബിലിറ്റി വന്നപ്പോൾ രാജനും പ്രോബ്ലംസ് വന്നു ഇതായിട്ട്. അപ്പം അതുവരെ എന്തോ രൂപ ചോദിച്ചാലും അച്ഛൻ അയച്ചു കൊടുക്കും. ഹി വിൽ ഡു ബിസിനസ്, ഹി ഹാസ് നോ പ്രോബ്ലം. ഇപ്പോൾ ഒരു ബാങ്ക് ഇസ് ഓൾവേസ് ഓപ്പൺ ടു ഡു ബിസിനസ്. അച്ഛന് പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് ഈ നെബിസ്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു വേൾഡിൽ അന്നത്തെ ഈ ട്രേഡിങ്, ഈ അമേരിക്കയിലെ സെയിൽസും പ്ലാന്റേഴ്സ് എന്ന് പറഞ്ഞൊരു കാഷ്യൂസ് ആയിരുന്നു അവരുടെ ബ്രാൻഡായിട്ട് ഏറ്റവും ലാർജസ്റ്റ് സെല്ലർ. അപ്പം ഇവർക്ക് നമ്മൾ വലിയ സപ്ലയേഴ്സ് ആയിരുന്നു. അപ്പം ഇവരുടെ അടുത്ത് രാജനൻ്റെ കമ്പനി സെല്ല് ചെയ്തിട്ട് അതിൽ ഷെയർസ് മേടിച്ചിട്ട് ആ കമ്പനിയുടെ ചെയർമാൻ രാജനായി. എന്നിട്ട് ഹീ സ്റ്റാർട്ടഡ് ഡൂയിങ് ബിസിനസ് വിത്ത് ദം. അപ്പം ആ കാര്യം ചെയ്തപ്പോഴാണ് ഈ റോസ് ജോൺസനെ ആദ്യമേ മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതല്ല. അപ്പം അതിൻ്റെ കൂടെ ഇന്ത്യയിൽ ഒരു ലോ വന്നു ദാറ്റ് ഈ ഫോറിൻ കമ്പനീസിൽ ഫോറിനേഴ്സിന് 40% കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്തുകൂടാന്ന്. അന്ന് ബ്രിട്ടാനിയ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഇവരായിരുന്നു 80% or 90% ഓൺ ചെയ്യുന്നത്. അപ്പം ദേ ഹാഡ് ടു ബ്രിങ് ഇറ്റ് ഡൗൺ.
അപ്പം രാജനും നസ്ലി വാഡിയയും വിജയ് മല്യയായിരുന്നു ഏറ്റവും വലിയ ഫ്രണ്ട്സ്. അപ്പം അവർ ഈ ഒരു ഡാഷിങ് ബാച്ചിലേഴ്സ് ഓഫ് ബോംബെ ആയിട്ടായിരുന്നു അവർ നടക്കുന്നത്. അപ്പോൾ ഈ നസ്ലി വാഡിയ രാജനത്ത് പറഞ്ഞ ഇങ്ങനത്തെ ഒരു റൂള് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ബ്രിട്ടാനിയയിൽ അവർ എന്തായാലും ഷെയർസ് കുറയ്ക്കണം. ഐ വോണ്ട് ടു ബൈ ദെയർ ഷെയർസ് along with them so that എനിക്ക് ഐ ക്യാൻ ഗെറ്റ് ഇൻ ടു ദി ബോർഡ് ആൻഡ് ഹെഡ് ദ കമ്പനി എന്ന് പറഞ്ഞത്. അപ്പം ഇത് രാജനാ ഇത് ന്യൂയോർക്കിൽ ചെന്ന് റോസ് ജോൺസനെ മീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം റോസ് ജോൺസൺ പറഞ്ഞ കിയർ ഐ ഡോണ്ട് നോ ഹൂ നസ്ലി വാഡിയ ഈസ്, ഐ ഓൺലി നോ യു, ഇഫ് യു ക്യാൻ ഡു ഇറ്റ് വി വിൽ ഗിവ് ഇറ്റ് ടു യു. ബിക്കോസ് നമുക്ക് അച്ഛൻ വാസ് ദ ലാർജസ്റ്റ് സപ്ലയർ ഓഫ് കാഷ്യൂസ് ടു നെബിസ്കോ. അവർക്ക് നമ്മളെ 30 years ആയിട്ട് അവരുമായിട്ട് ബന്ധമുണ്ട്. അവർ പറഞ്ഞിട്ട് വീനോ ബ്രിട്ടാനിയ അന്നത്തെ അവരുടെ രീതിയിൽ കൊച്ചൊരു കമ്പനിയാണ്. അപ്പം അപ്പം ഇത് നസ്ലി വാഡിയത്ത് പറഞ്ഞപ്പോഴത്തേക്ക് നസ്ലി വാഡിയക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് എന്നെ അറിഞ്ഞൂടാത്ത ആരാന്ന് വെച്ചാൽ മുഹമ്മദ് അലി ജിന്നയുടെ ഗ്രാൻഡ് സണ്ണാണ്, ആൻഡ് ഹീ ഈസ് ദ ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഓണർ ഇൻ ബോംബെ. അപ്പം നമ്മൾ ഇന്ത്യയിൽ വലിയ പക്ഷേ വേൾഡിൽ അന്നത്തെ ബിസിനസ്സിൽ ഇന്ത്യ വാസ് വെരി സ്മോൾ, വളരെ കൊച്ചായിരുന്നു. അപ്പം അത് ഒരിക്കലും ഹീ ഡിഡ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇത് അപ്പം അത് വെച്ചിട്ടായി രാജനൻ ഈ ബ്രിട്ടാനിയ വരുന്നതും ചെയർമാൻ വരുന്നതും. എന്നിട്ട് ഇന്ന് നിങ്ങളെല്ലാം ഈ KKR എന്ന് പറഞ്ഞൊരു കമ്പനി ഇവിടുത്തെ ഹോസ്പിറ്റൽസ് എല്ലാം മേടിക്കുന്നെല്ലാം കേൾക്കുന്നുണ്ട്, ഈ പമ്പം അമേരിക്കൻ കമ്പനിയല്ല. അവരുടെ എല്ലാ ഏഷ്യൻ കമ്പനീസ് 92 മേടിച്ചത് രാജനാണ്. അപ്പൊ ഇതാർക്കും അറിഞ്ഞുകൂടാ ദാറ്റ് ലുക്ക് ഹിയർ, ഈ ഇന്ന് പറയുന്ന കാര്യത്തിൽ അന്ന് അവരുടെ കമ്പനീസ് മേടിച്ചത് രാജനാണ്. ഈ ഏഷ്യയുടെ എല്ലാ ഫുഡ് കമ്പനീസും അവരുടേത് രാജനൻ മേടിച്ചിട്ട് ഹീ ബിക്കെയിം ദി ഏഷ്യയിലെ ലാർജസ്റ്റ് ബിസിനസ്. പക്ഷേ ഇതെല്ലാം ഈ മേടിക്കുമ്പോൾ എല്ലാം ഒരു ലയബിലിറ്റിയും ക്രിയേറ്റ് ചെയ്ത് ബാങ്ക്സ് ആ ഫൈനാൻസ് ചെയ്യുന്ന ഇതിൽ. ആ സിറ്റുവേഷൻ വലുതായിട്ട് ഹീ ഹാഡ് എൻ ആംബിഷൻ ദാറ്റ് വേൾഡിലെ ലാർജസ്റ്റ് ആവണം. ഒരു പ്രാവശ്യം ഒരു സ്പീച്ചിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അതാണെന്ന് തോന്നുന്നു ഭയങ്കര ജലസി അങ്ങ് കൂടി. ഈ ഒരു ടേക്ക് ഓവർ ന്യൂസിലൻഡിൽ ചെയ്ത ഡെനോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു പാർട്ട്നേഴ്സ് വിത്ത് രാജനൻ. അവർ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫുഡ് കമ്പനി ഇൻ യൂറോപ്പ്. അവർക്കും സിമിലർ ആംബിഷൻ ഉണ്ടായിരുന്നു ടു ബിക്കം ദി വേൾഡ്സ് ലാർജസ്റ്റ്. അതുകൊണ്ട് സംബഡി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളെ അനിഹിലേറ്റ് ചെയ്തില്ലെങ്കിൽ വി വിൽ ഗെറ്റ് ഇൻ ടു പ്രോബ്ലംസ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഫൈറ്റും ഈ ഒരു കേസസും എല്ലാം കൂടെ വന്നത്. അപ്പം അതിൻ്റെ ഫൈറ്റ് അന്ന് ഇന്ത്യയിൽ അവർ നസ്ലി വാഡിയെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്ത്യയുടെ നസ്ലി വാഡിയുടെയും കൂടെ ഹെൽപ്പ് എടുത്തിട്ടാണ് ഈ കേസസും അന്ന് ഈ രാജനന് പറ്റിയ കാര്യങ്ങളെല്ലാം പറ്റിയത്. തിഹാർ ജയിലിൽ വരെ ആണ് ഫ്രം എ പേഴ്സൺ. അതാ ഏറ്റവും നല്ല ഹോട്ടൽസും 500,000 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഓസ്ട്രേലിയയിലുള്ളത്. നമുക്ക് ആലോചിക്കാൻ വരെ പറ്റത്തില്ല, ഒരു രാജ്യമാണ്. അത്രയും സ്ഥലമുള്ള ഒരാളും ഏഷ്യയിലെ ലാർജസ്റ്റ് ബിസിനസ്മാനും ഇത്രയും സ്പെൻഡ് ചെയ്യുന്ന ഒരാളുടെ ഫൈനൽ അഡ്രസ്സ് തിഹാർ ജയിലിലാണ്. നമ്പർ 4 തിഹാർ ജയിൽ എന്ന് പറഞ്ഞുകൊണ്ടാ വന്നത്. പക്ഷെ അതാ ജീവിതത്തിൽ എല്ലാം. ഇപ്പം സക്സസ് ഉണ്ടായിട്ടുണ്ട്, ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. രണ്ടും എന്താണ് സാറിനെ പഠിപ്പിച്ചിട്ടുള്ളത്? രണ്ടും സെയിമാ. ഈ ഒന്നേ ആളുകൾ അടുക്കും അല്ലെങ്കിൽ ആളുകൾ മാറും. ഇപ്പം മോള് വന്ന് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നത് സക്സസ് എന്ന് ഉള്ള അസംഷനില്ല. ഈ ഫെയിലിയർ ആകുമ്പം നോബഡി വോണ്ട്സ് ടു ബി വിത്ത് യു. ഈ ഒരു വേരിയേഷൻ നമ്മൾ മാറാതെ ഇരുന്നാൽ മതി ആ സിറ്റുവേഷന്. ഇതെല്ലാവർക്കും പറ്റും, വെദർ ഇറ്റ് ഇസ് ഇൻ ദെയർ വെൽത്ത് ആണെങ്കിലോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലോ അതോ ഇൻ ദെയർ റിലേഷൻഷിപ്സിലോ എല്ലാം. നമ്മൾ വൺസ് യു അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ, അത് തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇതിലെല്ലാം അവർ മാറിക്കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദെയർ പ്രോബ്ലം. ഇത് വെച്ചിട്ടാ നമ്മളെ ഇഷ്ടപ്പെടുന്നതോ നമ്മളടുത്ത് വരുന്നെങ്കിൽ
ദറ്റ് ഈസ് ദെയർ പ്രോബ്ലം, ഇറ്റ് ഈസ് നോട്ട് യുവർ പ്രോബ്ലം. അത് പതുക്കനെ മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് എൻ്റെ ലൈഫിൽ കൂടുതൽ സമയവും ഞാനൊരു ബാങ്ക്രപ്റ്റ് പേഴ്സൺ ആയിരുന്നു. ഈ 44 ഇയേഴ്സ് ഓഫ് ഫ്രം 18 ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ 62 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 44 ഇയേഴ്സിൽ ഐ ഡിൻറ്റ് ഹാവ് എനി മണി, ഐ ഹാഡ് ഹ്യൂജ് ലയബിലിറ്റീസ്. ഞാനാണെങ്കിൽ ഈ ടെന്നീസ് കളിക്കാൻ പോകുമ്പം ഈ CBI ഡയറക്ടറും ബാങ്ക് മാനേജേഴ്സും എല്ലാം വന്ന്, ഇയാൾ കണ്ടോ ഇത്രയും രൂപ ഞങ്ങൾക്ക് തരാതിരിക്കുമ്പോഴേ അയാൾ വന്ന് ടെന്നീസ് കളിക്കുന്നതെന്ന് വന്ന് പറയുന്ന ഒരാളാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഇസ് വെരി ഡിഫിക്കൾട്ട് ഫോർ സംബഡി ടു ഗോ ത്രൂ. പക്ഷേ എന്നാൽ നമ്മൾ കളിച്ചില്ലെങ്കിലോ നമ്മളെ ബോഡി നോക്കിയില്ലെങ്കിൽ നല്ല ഫുഡ് കഴിച്ച് നമുക്ക് ജീവിച്ചില്ലെങ്കിൽ യു ആർ നോട്ട് ദെയർ ദ നെക്സ്റ്റ് ഡേ ടു ഡൂ ദ വർക്ക് ടു പേ അപ്പ് ദി ലയബിലിറ്റീസ്. ഇതൊരു പ്രോസസ്സാണ് ബിറ്റ്വീൻ വാട്ട് ഈസ് റൈറ്റ്, ഹൗ ടു ഡു ഇറ്റ്. എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്തിട്ട് ആൻഡ് വിതൗട്ട് നോയിങ് വെദർ യു വിൽ അൾട്ടിമേറ്റ്ലി ബി ഏബിൾ ടു സക്സീഡ്. അപ്പോൾ ഈ 18 വയസ്സുള്ളൊരു കുട്ടിയെടുത്ത് അടുത്ത 27 വർഷം എടുക്കും നിനക്ക് ഈ ലയബിലിറ്റി പേ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് 27 വർഷം എന്തുവാന്ന് വരെ അറിഞ്ഞൂടാ. ആ കുട്ടിക്ക് ആകെപ്പാടെ മെമ്മറി ലാസ്റ്റ് 10 ഇയേഴ്സോ 12 ഇയേഴ്സിലേ ഉള്ളൂ. അത് വെച്ചിട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് ലയബിലിറ്റി ഈസ്. അത് ലക്കിലി അന്നൊരു ഞാൻ ഒരു ഫൂൾ ആയതുകൊണ്ട് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ഐ കണ്ടിന്യൂ ടു ബി എ ഫൂൾ. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഇതൊരു പ്രോബ്ലം ആണല്ലോ. ഇതിങ്ങനെ അങ്ങ് പൊയ്ക്കോണ്ടങ്ങ് ഇരിക്കും ആ സിറ്റുവേഷൻ. ഫൂൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞ് നോക്കണം ഈശ്വര, അപ്പം ഞങ്ങളൊക്കെ ആരായിട്ട് വരുന്നത്? അല്ല, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നോണ്ടാ ഇതിന് പേടി. അല്ല, ഇപ്പം ഞാൻ സാറിനായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതിന് മുൻപ് വരെ ഓൺടർപ്രണേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയും ഒരു വ്യക്തിക്ക് ബുദ്ധി ഉണ്ടാവും, ബോധം ഉണ്ടാവേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം എപ്പോഴും ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് ബുദ്ധിയും ബോധവും ഒരാൾക്ക് വേണമെന്ന്. പക്ഷെ സാറിൻ്റെ വാക്കിൽ എനിക്ക് തോന്നുന്നു സാറിന് ഏറ്റവും കൂടുതലുള്ളത് ബോധമാണ്. അല്ല മളെ, ഇത് ആ സമയത്ത് എല്ലാ സമയത്തും നമുക്ക് ഒരു പ്രോബ്ലം ദൈവം തരുമ്പം നമുക്ക് മനസ്സിലാക്കണം അതിനായിട്ടുള്ള ബുദ്ധിയും ബോധവും നമുക്ക് തന്നിട്ടുണ്ടെന്ന്. ആ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യണം. അപ്പൊ അന്നത്തെ ബോധവും ബുദ്ധി ഇത്രയും മതിയായിരുന്നു, അല്ലെങ്കിൽ ആ പ്രോബ്ലം ഐ വുഡ് ഹാവ് അവോയ്ഡഡ്. ഇന്നത്തെ ബുദ്ധിയും ബോധവും തന്നായിരുന്നെങ്കിൽ അന്ന് ആ ഒപ്പിടത്തില്ലായിരുന്നു. സോ ഇന്ന് എനിക്ക് തരുന്ന പ്രോബ്ലംസ് ഇസ് ഡിഫറെന്റ് ഫ്രം വാട്ട് ഈസ് ദെയർ. ഇത് കറക്റ്റ് ഒരു നാച്ചുറൽ ഒരു സിസ്റ്റമോ, ഒരു സീഡ് വളരുന്ന സമയമോ അത് ബാക്കി സീഡ്സിന്റെ ഫൈറ്റ് ചെയ്യുന്ന ദി എനർജി, അതിൻ്റെ പ്രോബ്ലംസ് റിക്വയർഡ് ഇസ് ഡിഫറെന്റ് ഫ്രം ഫ്രൂട്ട് വരുമ്പോഴും ഗ്രോ ചെയ്യുന്നതും അൾട്ടിമേറ്റ് ആയിട്ട് മരിക്കുന്നതും. എല്ലാ സമയത്തും ഡിഫറെന്റ് കാര്യങ്ങൾ ആവശ്യം. എല്ലാ സമയത്തും ചലഞ്ചസ് ഉണ്ട്. എല്ലാ സമയത്തും എവ്രിബഡി ഹാസ് ചാലഞ്ചസ്. അതിനുള്ള കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ മരിച്ചുവും ജീവിക്കും. ഇറ്റ് ഈസ് നോട്ട് ഫോർ യു ടു ടേക്ക് എ ഡിസിഷൻ ഏതാണ്. ആ സമയത്തുള്ള നെസസറി ബുദ്ധിയും ബോധവും തന്നോണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അന്ന് ഏതെങ്കിലും ഒരെണ്ണം കൂടുതലായിരുന്നെങ്കിൽ ഞാനാണെങ്കിൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വിൽ ഹാപ്പൻ. ഇത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആർക്കും ഒന്നും പറയാനായിട്ടോ ഒന്നും പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന എല്ലാം ബ്ലെസ്സിങ് ആണ്. എല്ലാം നൈദർ ബ്ലെസ്സിങ് നോർ സാഡ്നെസ്. ഇതെല്ലാം ഒരു കോമ്പിനേഷനാ. ഇതെല്ലാം ഒരു കറക്റ്റായിട്ടാണ് നടക്കുന്നത്. ഇതെല്ലാം ഇന്ന് വന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ബിക്കോസ് ദർ ഇസ് എ പെർട്ടിക്കുലർ ഫീലിംഗ് ഇൻ ദ സൊസൈറ്റി. ഇതാ എല്ലാവർക്കും ആസ്പിറേഷൻ എന്ന് വെച്ചാൽ ടു ബി സക്സസ്ഫുൾ, ടു ബി ഗുഡ് എന്ന്. ഈ സെയിം ടൈമിലും ഈ പ്രോബ്ലംസ് വരുമ്പോഴും ഹൗ യു ഡീൽ വിത്ത് ഇറ്റ്, എങ്ങനെയാ ദാറ്റ് ഓക്കെ പ്രോബ്ലംസ് വന്നു, അതിനുവേണ്ടി ഡ്രിങ്കിങ് ആണോ അതിൻ്റെ ഉള്ള സൊല്യൂഷൻ, അതോ വെറുതെ ഇരിക്കുന്നതാണോ സൊല്യൂഷൻ, അതോ അപ്പോൾ ഒരു ഹോളിഡേക്ക് പോകാനായിട്ടാണോ സൊല്യൂഷൻ? ഇതൊന്നും അല്ലായിരുന്നു എനിക്ക് ഹെൽപ്ഫുൾ വാസ് നോട്ട് ടു ഡ്രിങ്ക്, ഗെറ്റ് അപ്പ് എവറി ഡേ മോർണിംഗ്, എത്ര പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ടു സോൾവ്, ടു പ്ലേ എ ലോട്ട് ഓഫ് ടെന്നീസ് സോ ദാറ്റ് എനിക്ക് ഉറക്കാൻ പറ്റും. ഈ ബോഡി ടയേർഡ് ആകുമ്പം ഈ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ട് ടയേർഡാകും. ഇത് രണ്ടും ആകുമ്പം സ്വിച്ച് ഓഫ് ആകും നമ്മളെ ബോഡി. അങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രോസസ്സിൽ ഇയേഴ്സ് 44 വർഷം അങ്ങനെ തന്നെ പോവും വിതൗട്ട് നോയിങ് വെദർ യു വിൽ എവർ ഹാവ് എനിത്തിങ് വിത്ത് യു.
ബിക്കോസ് നമ്മളെ വീട് ഇസ് അറ്റാച്ച്ഡ്, നമുക്ക് അക്കൗണ്ട് ഇല്ല, എല്ലാ അക്കൗണ്ട്സ് അറ്റാച്ച്ഡ്, കാറില്ല, ഒന്നുമില്ല, എല്ലാം ബാങ്കിനെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു കാര്യത്തിൽ ജീവിക്കാം. അപ്പോഴും നമുക്കിതൊന്നും ആരെയും കാണിക്കാൻ പറ്റത്തില്ല, എല്ലായിടത്തും ചിരിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, നമ്മളെ ശക്തി കാണിക്കാനേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇത് ഏതെങ്കിലും ഒന്ന് കാണിച്ചില്ലെങ്കിൽ മറ്റേവര് കുറച്ചെങ്കിലും ഒന്ന് ഡൗട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഒന്നേ അവരങ്ങ് പോവും, അല്ലെങ്കിൽ അവരുടെ 110% അവർ ഇടത്തില്ല. നമ്മൾ ഓൾറെഡി ഒരു ഒരു ഫാമിലിയാ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് എ വെരി ബിഗ് സിസ്റ്റം. ആരെങ്കിലും ഒരാൾ കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വി കനോട്ട് ഈവൻ ഫൈറ്റ് ദറ്റ് ബാറ്റിൽ. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആസ് എ ലീഡർ ടു ടേക്ക് ഇറ്റ്. അപ്പോൾ ഈ ബിസിനസ് എല്ലാം അന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും എൻ്റെ പേരിലൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വൈഫും നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പേരിലല്ല ഈ ബിസിനസ് ചെയ്യുന്നത്. ഈ ജോലിക്കാരങ്ങ് മാറിപ്പോയാൽ യു ഹാവ് നത്തിങ്. നമ്മൾ ചെയ്ത എല്ലാം അങ്ങ് വന്നു. അങ്ങനെ കുറേ പേര് മാറിയിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് പോലീസിൽ പോയി പറയാൻ പറ്റത്തില്ല, കോർട്ടിൽ പോകാൻ പറ്റത്തില്ല, ലീഗലായിട്ട് അവരുടെ കയ്യിലെ എല്ലാ കാര്യങ്ങളും. നമുക്കിതൊരു വിശ്വാസമായിട്ട് ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ. എന്നാൽ ആ വിശ്വാസം ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാനും പറ്റത്തില്ല. സോ ഇതെല്ലാം ഒരു പ്രോസസ്സാണ്, ഇതെല്ലാം നമ്മൾ കാണേണ്ടത്. എല്ലാവരും ഇത്, എൻ്റെ ഫിഗേഴ്സ് കുറച്ച് വലുതാന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ മരിക്കാൻ പറ്റത്തുള്ളൂ, എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടേ മരിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതൊരു പ്രോസസ്സാണ്. എൻ്റെ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ വലിയ ആളുകളുടെ എല്ലാം ആയതുകൊണ്ട് ഇറ്റ് ഈസ് സംതിങ് ദറ്റ് ഈ ടി വിയിലെല്ലാം പറയാൻ പറ്റുന്ന ഒരു കാര്യം. എല്ലാവർക്കും സ്റ്റോറീസ് ഉണ്ട്, എല്ലാവർക്കും ഈക്വൽ സാഡ്നെസ്സും ഹാപ്പിനെസ്സും ഉണ്ട്. അല്ല, പക്ഷെ എന്നാലും കവറപ്പ് ചെയ്യാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്തേക്കാണുള്ളത്. ആണ് മല ഒരു ക്യാൻസർ. അതിലെന്താണെന്നറിയോ, 2ാം ക്ലാസ്സില് മാർക്ക് ഷീറ്റിൽ വ്യത്യാസം വന്നിട്ട് ഒളിച്ചോടി പോകാൻ നിന്ന ഒരു പയ്യനാണ് ഇത്രയും വലിയ ലീബിലിറ്റി വന്നിട്ട് അതിന് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പം സാറ് പറയുന്നത് മാത്രമാ അല്ല, അങ്ങനെ സാറ് പറയുന്നുണ്ട്. പക്ഷെ സാറിന്റെ പ്രിപ്പറേഷൻ സാറ് പറഞ്ഞു ടെന്നീസ് കളിക്കും, ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം, വിശ്വാസവഞ്ചന ചെയ്തിട്ടും വിശ്വസിച്ചേ പറ്റൂ, കാരണം വിശ്വാസമാണ് എല്ലാം എന്നുള്ളത്. ഇതെല്ലാം റിയലൈസ് ചെയ്തിട്ട് അതിലോട്ട് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ആണോ മോളെ? എല്ലാവരും അങ്ങനെയല്ലേ തുടങ്ങുന്നത്. ആ വിശ്വാസം എല്ലാം 2-3 പേര് ചീറ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലേ മാറുന്നത് അല്ലേ? എല്ലാവർക്കും അത് തന്നെയല്ലേ. ആ സിറ്റുവേഷൻ മാറാതിരുന്നാ മതി. ആ ചൈൽഡ് എന്നുള്ള ബുദ്ധി നമുക്ക് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ആ മെയിൻറ്റെയിൻ ചെയ്താൽ യു ക്യാൻ ആക്ച്വലി ഗോ ത്രൂ. I am not saying it is easy or hard അല്ല ഞാൻ പറയുന്നത്. അതിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി ദറ്റ് ഈസ് ലൈഫ്. അത് എല്ലാവർക്കും, വെദർ നിങ്ങളുടെ ക്യാമറമാനോ എനിക്കോ, എല്ലാവർക്കും ഒരു ലെവൽ വരെ നമുക്ക് സങ്കടപ്പെടാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ബോധം കെടും. ഒരു ലെവൽ വരെ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് 100 കോടി ഉണ്ടായെന്ന് പറഞ്ഞാൽ ഐ കനോട്ട് ബി ഹാപ്പിയർ ദാൻ വെൻ ഹീ ഗെറ്റ്സ് 10 lakhs rupees. എൻ്റെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും എല്ലാം ഇറ്റ്സ് എ സെയിം തിങ്. ഐ കാൺ ഡു എനിത്തിങ് മോർ. എനിക്ക് അദ്ദേഹത്തിനെ കാട്ടി കൂടുതൽ കഴിക്കാൻ പറ്റുമോ? ഐ കനോട്ട്. 2 കാറിൽ പോകാൻ പറ്റും, ഇറ്റ്സ് ഇസ് നോട്ട് പോസിബിൾ. 2 കോട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇറ്റ് വിൽ ഓൺലി ലുക്ക് ബാഡ്. അപ്പം എല്ലാവർക്കും ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും ദറ്റ് ലുക്ക് ഹിയർ വെൻ യു ഗോ ആൻഡ് ലുക്ക് അറ്റ് ദി ഗ്ലോബും. ഇപ്പം നമ്മൾ ബോംബെ ചെന്നാൽ നമുക്കറിയാം നമ്മൾ എന്ത് ഒരാളാണെന്ന്. നമ്മൾ ഇവിടെ ഒരു വലിയൊരു ആക്ടറും ഇതുപോലെ നല്ല നാടകം ആക്ടറായിരിക്കും. നമ്മൾ സിനിമയിൽ പോകുമ്പോഴേ അറിയത്തുള്ളൂ ദറ്റ് വി ആർ നോ ബഡി ഇൻ ദറ്റ് ഹോൾ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ്. അത് കഴിഞ്ഞ് അത് നാഷണലായിട്ട് പോകുമ്പോഴേ നമ്മളറിയാം, അത് ഇൻ്റർനാഷണലായിട്ട് പോകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അപ്പോൾ വൺസ് യു റിയലൈസ് ദറ്റ് ഇതെല്ലാം ഒരു വലിയൊരു റിലേറ്റീവ് കാര്യമായിട്ടാണ് മാറുന്നത്. ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട് പീപ്പിൾ ഹു ആർ എക്സ്ട്രീംലി റിച്ച് ഇൻ 60s ആണെങ്കിലോ 70s ആണെങ്കിലോ 80s ആണെങ്കിലോ 90s അല്ല, എല്ലാ ഒരു 20 yearsനും എല്ലാ ആളുകളും മാറി പുതിയ ആളുകൾ വരും. ഇപ്പം യൂസുഫ് അലി, രവി പിള്ളി എന്നെല്ലാം പറഞ്ഞ ആളുകളെ പറ്റി നമ്മൾ 2000-ന് മുമ്പേ ഒന്നും കേട്ടിട്ട് വരെയില്ല. അന്നത്തെ യൂസുഫ് അലിയും രവി പിള്ളയെല്ലാം ഇന്ന് കേൾക്കുന്നത് വരെയില്ല.
കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറിപ്പോയി കാര്യങ്ങൾ ആ ഒരു റൊട്ടേഷനിൽ. അപ്പം അവരുടെ ലൈഫോ ഇന്ന് നമ്മൾ രവിപിള്ളയെ മാത്രം ഫോളോ ചെയ്താൽ മതിയോ അത് അന്നത്തെ രവിപിള്ളയും ഫോളോ ചെയ്യണോ? എന്നാലല്ലേ നമുക്ക് ആ ഫുൾ സ്റ്റോറി അറിയാൻ പറ്റുള്ളൂ. ഈ ഫുൾ സ്റ്റോറി ആരും അറിയാതെ ഇത് മാത്രം ഫോളോ ചെയ്താൽ കറക്റ്റ് ആവുമോ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്? ആ കറക്റ്റ്നെസ് കൊണ്ടുവന്നാലല്ലേ നമുക്ക് ലൈഫിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. സാറിന്റെ ഏറ്റവും സ്ട്രഗ്ലിംഗ് പീരീഡ് ഏതാണ്? ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്ക് പറയുമല്ലോ, നമ്മുടെ ഒരു മെമ്മറിയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം രാജനെ മരിച്ച് രാജൻ്റെ ബോഡി കൂടെ നിന്നപ്പോൾ എല്ലാം വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളുടെ സ്ട്രഗിൾസും ഹാപ്പിനെസ്സും എല്ലാം ഇറ്റ് ഈസ് എ ഡെയിലി തിങ്. ഈ ചില കാര്യങ്ങളെല്ലാം ഇറ്റ് ഈസ് വെരി പബ്ലിക് സ്ട്രഗിൾസാണ്. ഇപ്പം എൻ്റെ വൈഫിൻ്റെ മുഖം വാടിയാലും എനിക്കൊരു സ്ട്രഗിളാണ് അത് ഏത് സന്ദർഭത്തിലാണ് ആ മുഖം വാടുന്നതിനോ കുട്ടികൾക്കോ അതോ നമ്മളോട് ജോലി ചെയ്യുന്ന ഒരാളോ അതോ നമ്മളോട് ഏറ്റവും വിശ്വസിക്കുന്ന ആളുകൾ അവർ നമുക്ക് വിശ്വാസം ഇല്ലാതെ വരുന്നതെല്ലാം ഈസ് വെരി മേജർ സ്ട്രഗിൾസ്. അപ്പം ഞാൻ സാധാരണ ആ സമയത്ത് ഐ ഗോ ഇൻ ടു എ മെഡിറ്റേഷൻ, എന്നിട്ട് പതുക്കനെ ഐ ട്രൈ ടു കം ഔട്ട് ഓഫ് ഇറ്റ് ആ സെയിം സിസ്റ്റം. ബിക്കോസ് ഇതൊന്നും നമുക്ക് വേറെ ഒരു സ്ഥലത്ത് കാണിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് ടു ഡിസേർവ് ദാറ്റ്. ഇത് ഈ ക്യാരി ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ബിഗ് പ്രോബ്ലം. അപ്പോൾ ആ ഒരു പ്രോസസ്സോ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പം രാജനൻ മരിച്ചു, ആ സമയത്ത് നമുക്ക് സാലറി പേ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ബിക്കോസ് അവരുടെ ലൈഫ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ്. അവരെല്ലാ വെള്ളിയാഴ്ചയും ഈ രൂപ കിട്ടിയിട്ട് അവരുടെ ഈ ക്രെഡിറ്റ് അവരുടെ ഈ ഷോപ്സിൽ തീർക്കുന്നത്, അവരുടെ കുട്ടികളുടെ ഫീസ് കൊടുക്കുന്നത്, അവരുടെ അമ്മമാരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇത് കൊടുക്കുന്നത്. ഈ നമുക്കൊരു കാര്യം നടന്നെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ കാര്യം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്നും പറ്റത്തില്ല. അപ്പം ആസ് മച്ച് ആസ് യുവർ ബ്രദർ ഹാസ് ഡൈഡ്, യു ഹാവ് ടു കീപ് ലുക്കിംഗ് അറ്റ് all the other things that are involved in the same equation. ഇതിങ്ങനെ പതുക്കനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ജനിക്കും മരിക്കും, അച്ഛൻ ജനിക്കും അമ്മ ജനിക്കും മരിക്കും, എല്ലാം ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇതെല്ലാം നമുക്ക് ആ സമയത്ത് യു ക്യാൻ കോൺസെൻട്രേറ്റ്. ഇപ്പം when I am talking to you I can concentrate on you. പക്ഷേ ആ സമയത്ത് തന്നെ all the other things are also happening. ഇതെല്ലാം has actually happened. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എന്തോ ചെയ്യാൻ പറ്റുമെന്ന്. യു ഹാവ് ടു സ്റ്റിൽ ഗോ ത്രൂ ഇറ്റ്. ഞാൻ സാറിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സാർ ഒന്നും വിചാരിക്കരുത്, എന്നാലും ഇത്തരം സിറ്റുവേഷൻസിൽ നോർമലി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. അതുപോലെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മോളെ, ലോകത്ത് ആരുമില്ല ആത്മഹത്യ ചിന്തിക്കാത്തത്, ആരുമില്ല. വെദർ ഇറ്റ് ഈസ് നരേന്ദ്രമോദി ഓർ പിണറായി വിജയൻ, എല്ലാവരും ഒരു സമയത്ത് വിചാരിച്ചാണ്. പക്ഷേ ഇസ് ദാറ്റ് എ സൊല്യൂഷൻ? യു വിൽ ഹാവ് ടു ടേക്ക് എ കോൾ. യു റിയലി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ ഓൺ ദാറ്റ്. അതാണോ അത് ചെയ്തായിരുന്നെങ്കിൽ? ഇപ്പം ഈ നമ്മൾ ഒരു ദിവസം വിനായകൻ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു, എനിക്ക് വന്ന് കാണണം. അപ്പം ഞാൻ സിനിമയൊന്നും എടുക്കാറില്ല. അല്ല, വന്ന് കാണണം. എന്തിനാ? അല്ല, ഒന്ന് വന്ന് കാണണം. വേണമെങ്കിൽ വാ, നാളെ രാവിലെ വരാൻ പറ്റുമോ? അല്ല, കൊച്ചിയിൽ നിന്ന് വരണം, വേറെ ഒരു ദിവസം ആക്കാമെന്ന്. ഞാൻ ഒരു ദിവസം കൊടുത്ത് 11 മണിക്ക് വരാൻ പറഞ്ഞു. നല്ലൊരു ഓഡി കാറിൽ 5 പേര് ഈ ബ്ലാക്ക് ഡ്രസ്സിലായിട്ട് ഈ ബോഡി ഗാർഡ്സിലായിട്ട് വന്നിറങ്ങി. അദ്ദേഹം വന്നപ്പം ഭയങ്കര ടയേർഡും കണ്ണെല്ലാം ചുമന്നും എല്ലാം ആയിട്ട് വന്ന് എൻ്റെ മുമ്പസ് വന്നങ്ങ് ഇരുന്നു. ഞാൻ വന്നങ്ങ് ഇരുന്നു. അപ്പം ഞാൻ നോക്കി, ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് എനിക്കിവിടെ ഇരുന്നാൽ മതി 10 മിനിറ്റ്. അപ്പം ഓക്കെ. അപ്പം അദ്ദേഹം വന്ന് എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ചേട്ടന് സൂയിസൈഡ് ചെയ്തില്ലെങ്കിൽ എനിക്കും സൂയിസൈഡ് ചെയ്യാതെ ഇരിക്കാൻ പറ്റും, എൻ്റെ അടുത്ത് പറഞ്ഞു.
ഐ വാസ് ഷോക്ക്ഡ് ഇതായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തോ പറ്റി നിങ്ങളുടെ ലൈഫിൽ? എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, എൻ്റെ അമ്മയെ കാണാൻ പറ്റത്തില്ല. ഞാൻ അവിടെ എത്തുന്നതിൻ്റെ മുമ്പേ ആയിരക്കണക്കിന് ആളുകൾ അങ്ങ് വന്നങ്ങ് കൂടുക, എല്ലാവർക്കും എന്നെ വേണം. എൻ്റെ അമ്മയെ കണ്ടിട്ട് 1.5 വർഷമായി. എൻ്റെ വൈഫ് വേറെയാണ് താമസിക്കുന്നത്. രൂപ ഇന്നഫായിട്ടുണ്ട്, സന്തോഷം മാത്രമില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. പക്ഷേ ചേട്ടൻ്റെ ലൈഫ് കേട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സൂയിസൈഡ് ചെയ്യാനെല്ലാം തോന്നി. ചേട്ടനെ സൂയിസൈഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് എനിക്കൊരു അത് അങ്ങനത്തെ ഒരാളെ കാണണം, അതിനു വേണ്ടി എന്നിരിക്കുക. അപ്പം ദറ്റ് വാസ് ദി ബിഗ്ഗസ്റ്റ് ഒരു കോംപ്ലിമെൻറ്റ് ദറ്റ് ഐ ഗോട്ട് ഇൻ മൈ ലൈഫ്. അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ ഹു വാസ് ഗെറ്റിംഗ് 6 കോടിയോ 10 കോടിയോ എല്ലാം, ഇത് പൈസയ്ക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാൾ. ദേ ആർ ഓൾസോ ഫേസിങ് സിമിലർ പ്രോബ്ലംസ്. അമ്മയുടെ വീട് വിട്ടു വരത്തില്ല, അമ്മയുടെ അച്ഛൻ മരിച്ച ആ വീട്ടിൽ ഇദ്ദേഹത്തിന് അമ്മയെ കാണാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ എങ്ങനെയെങ്കിലും അമ്മയെ പോയി കാണണം, ഇത് മാത്രമേ ഉള്ളൂ തിരിച്ചൊരു ശക്തി വരാനായിട്ടെന്നല്ല പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതിൻ്റെ പുറവശത്ത് നല്ലൊരു കത്തി ഉണ്ടായിരുന്നു, ഞാൻ മാൾട്ടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ചോദിച്ചാൽ അതെന്തുവാണ്. അപ്പം ഞാൻ അതെടുത്ത് അങ്ങോട്ട് കൊടുത്തു. അപ്പം നല്ല ഷാർപ്പ് ഒരു കാര്യം. അപ്പം അതേ ഇങ്ങനെ തുറന്നു. അപ്പം എൻ്റെ ഓഫീസിൻ്റെ ഗ്ലാസ്സിൽ കൂടെ അകത്ത് കാണാം 2 ബോഡി ഗാർഡ്സ് ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ കൈ അങ്ങ് കയറി അങ്ങ് പിടിച്ചു. ഞാൻ വിചാരിച്ചു അവർ നിൽക്കുന്ന ഇദ്ദേഹം തന്നെ കൊല്ലാതെ ഇരിക്കാനായിട്ട്, അല്ലാതെ വേറെ ആളുടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടല്ല. ബിക്കോസ് ആ ടെൻഡൻസി. അപ്പം ഈ സൂയിസൈഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം ആളുകളുടെ മനസ്സിൽ വന്ന ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ ഇറ്റ് ഈസ് ഓർ വാട്ട് ഇറ്റ് ഈസ്. അപ്പം ആ സിറ്റുവേഷൻ വെദർ ഇറ്റ് ഈസ് ആക്ച്വലി യൂസ്ഫുൾ, വാട്ട് വാസ് ഹീ ട്രൈങ് ടു ഡു എൻ്റെ അടുത്ത് വന്നിട്ട് ഇസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് തിങ്കിങ്. അതിൻ്റെ അത്ര ഒരു നല്ലൊരു പിന്നെ ഒരു 45 മിനിറ്റ് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങോ എല്ലാം കണ്ടാൽ നമുക്കങ്ങ് ഇത്ര ഒരു ടാലൻറ്റഡ് പേഴ്സൺ, ഇങ്ങനെ ഒന്നും ഒരു ബോൺസും സ്കിന്നും മാത്രമുള്ള ഒരാൾ ഇങ്ങനെയെല്ലാം അങ്ങ് കാണിക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയാം. ആ ടാലന്റ് എല്ലാം ഇസ് അനദർ ലെവൽ. അത് ഇപ്പം എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകള് ജീവിതത്തിൽ തോറ്റുപോയി, എനിക്കൊന്നും ദൈവം തന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ കിട്ടിയുള്ളൂ എന്ന് പറയുന്നവര് സ്വാഭാവികമായിട്ട് ഈ ഒരു ഇന്റർവ്യൂ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കും. അല്ല, ഇത്രയും രൂപയും വലിയ ഫ്ലാറ്റും കാറും എല്ലാം ഉള്ള ഒരാൾക്കും ഈ സെയിം തിങ്കിങ് വരാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾ പോസിബിൾ, എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ അത് കണ്ടിട്ട് അത് മാത്രം ആസ്പയർ ചെയ്യുമ്പോൾ അവരുടെ അല്ലാത്ത ലൈഫ്, ഹീ വാസ് ഹാപ്പിയർ ആ ചേരി താമസിക്കുന്ന ദാൻ ഹിസ് ലൈഫ് റൈറ്റ് നൗ. ഇന്ന് എവിടെ ചെന്നാലും ആളുകൾ ഫാൻസും എല്ലാം അത് പറയുന്ന കേൾക്കണ എല്ലാ മൂവീസും അങ്ങ് ഹിറ്റ് ആവുക. മറ്റേത് മറിച്ച് കുറെ പേര് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടെ. അപ്പം ഇദ്ദേഹം വന്നത് നമ്മളെ ഈ രജനീകാന്തിന്റെ കൂടെ ആക്ട് ചെയ്ത് ഈ ജയിലർ കഴിഞ്ഞിട്ട് ഉള്ള സമയം. അപ്പോഴും പിന്നെയും റിലീസ് നടക്കുക, റിലീസും എല്ലാം ഹിറ്റ്. ഒരു വിധത്തിലും ഒരു ഫെയിലിയറും പറ്റാത്ത ഒരാൾക്കാ ഇങ്ങനത്തെ ഒരു നമ്മൾ കാണുന്നതല്ല ശരിക്കുള്ള ഫെയിലിയർ. അതാണ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഷോക്കായി. എന്നെ വന്ന് കണ്ടതോ എൻ്റെ ഒരു സ്റ്റോറി അറിയാമെന്നോ, ബിക്കോസ് അധികം ആളുകൾക്കൊന്നും അറിഞ്ഞുകൂടാ, നമുക്ക് പറയാനും പറ്റത്തില്ല ഡ്യൂറിങ് ദാറ്റ് ടൈം. ബിക്കോസ് പറഞ്ഞു പോയ ഈ പ്രോബ്ലമാ എല്ലായിടത്തും പ്രോബ്ലം. ഫ്രം നമ്മളെ ബിസിനസ്സിൽ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഒന്നും ക്രെഡിറ്റ് തരത്തില്ല, ബാങ്കേഴ്സ് ഒന്നും ബാങ്ക് നമുക്ക് ലിമിറ്റ്സ് തരത്തില്ല, നമ്മളെ ജോലിക്കാർ നമ്മളെ കൂടെ വർക്ക് ചെയ്യത്തില്ല, നമ്മളെ ബയേഴ്സ് ഒന്നും നമ്മളെ നിന്ന് മേടിക്കത്തില്ല. ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് പോകുന്നത്. അപ്പം നമ്മളുടെ ഈ സിറ്റുവേഷൻ ആരെടുത്തും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ആ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇവർ വല്ലവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ വെരി ബിഗ്. അതിലൊരു ഫെയ്ത്ത് വെച്ചിട്ട് നമുക്കങ്ങ് മുമ്പത്തോട്ട് പോകാൻ പറ്റത്തേ ഉള്ളൂ. നമ്മുടെ ഫേസ് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എല്ലാം ഫേസ് ഡിമോർ എല്ലാം അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ടൈം. നമ്മളെ കുട്ടികൾ ഗെറ്റ്സ് ഡിസപ്പോയിന്റഡ്
ഇഫ് യു ആർ അപ്സെറ്റ്. നമ്മളെ വൈഫ്, എല്ലാവരും, എനിബഡി, നമ്മളെ പേരൻസ്, എല്ലാവരും നമ്മൾ ഈ സങ്കടപ്പെട്ട് നടക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് യുവർ സങ്കടം, ഇറ്റ് ഈസ് ആക്ച്വലി എഫക്റ്റിംഗ് എവരിബഡി എൽസ്. യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ഓൾ. എല്ലാം നമ്മളുടെ അടുത്ത് മാത്രമല്ല. ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വില്ലിങ് ടു വർക്ക് ത്രൂ ദാറ്റ്. അത് എല്ലാ ദിവസവും, എല്ലാ പ്രാവശ്യവും. ബിക്കോസ് ഐ ആം ഹോപ്പിംഗ് വിനായകൻ ഡസ് another 100 മൂവീസ്. ഇത്രയും പേരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാൾ കുറവാണ്. എനിക്കെന്തായാലും പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ലെറ്റ് ഹിം ഡു ഇറ്റ്. അതെല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ആ ടാലൻ്റ് എല്ലാം ഐ ഹോപ്പ് ഇറ്റ് ആക്ച്വലി ബിക്കം സോ ഗുഡ്, സോ എക്സ്ക്ലൂസീവായിട്ട് ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു ഹീറോയിസം മൊമെന്റ്സ് ആണ്. സാർ പറയും ഹീറോയിസം അല്ല, അതൊരു ഒരു ലൈഫ് നമ്മളങ്ങനെ കൊണ്ടെത്തിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും വളരെയധികം സേഫായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രിൻസ് ആയിട്ട് ജനിച്ച് പിന്നീട് അതൊന്നും അല്ലാതെ, സീറോ എന്ന് പറയാൻ പറ്റില്ല, നെഗറ്റീവ് എന്ന് പറയണം, നെഗറ്റീവിലായിരുന്നു. യെസ്, നെഗറ്റീവിൽ നിന്ന് അത് പോസിറ്റീവിൽ എത്തിക്കാൻ ഒരു, നമ്മളിപ്പോൾ എന്താണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു, നമ്മൾ ശ്രമിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ പോരല്ലോ. നമ്മുടെ മാർക്കറ്റ് നമുക്കറിയാം, മാർക്കറ്റിലുള്ളവരെ നമുക്കും അറിയാം, നമ്മളെ അറിയാം. കാരണം എന്താണ് അവിടെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ട്രാജഡീസ് ഒക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ്സിന് ട്രസ്റ്റ് ചെയ്യാനൊക്കെ മാർക്കറ്റ് മടിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള റൂമേഴ്സ്, ഒന്നുമില്ലാതെ റൂമേഴ്സ് പരക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ഇരട്ടിയായിട്ട് പരക്കും. എങ്ങനെ അതിനെ അതിജീവിച്ച് അങ്ങോട്ട് ഓവർകം ചെയ്തൊരു ഫീനിക്സ് പക്ഷിയായിട്ട് എങ്ങനെ പറഞ്ഞു? ഈ നമ്മൾ, എനിക്ക് തോന്നുന്നു, കുറച്ച് കാലം ഈ കാര്യങ്ങൾ നമ്മൾ ഓരോരോ കാര്യങ്ങളെല്ലാം സെറ്റ് ഔട്ട് ചെയ്യും. ഇപ്പം വാട്ട് യു ആർ സേയിങ് ഈസ് ഒൺലി ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം മോള് പറയുന്നത്. ഞാൻ ആദ്യമേ 18 വയസ്സിൽ സെറ്റ് ഔട്ട് ചെയ്ത് എൻ്റെ അച്ഛൻ്റെ ലൈബിലിറ്റി തീർക്കാനായിട്ടാണ്. അപ്പം 27 വർഷം എടുത്തു. അത് തീർന്നത് വരെ ഞാൻ അറിഞ്ഞില്ല. ബിക്കോസ് 95 അതിനേം കട്ടിയും വലിയൊരു ലൈബിലിറ്റി രാജനെ മരിച്ചപ്പോൾ ഐ ഹാഡ് ടു ഇൻഹെറിറ്റ്. അപ്പം ഈ 40 കോടി ബിക്കേം വെരി സ്മോൾ കമ്പയർഡ് ടു 680 crores in 1995. അപ്പം ഇത് ഞാനാണെങ്കിൽ ഓരോരോ ബിസിനസ്സും ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്സ് ഇത് പേ ചെയ്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ മറ്റേ പ്രോബ്ലത്തിൽ പോയത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ 2007 ഒരു ദിവസം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കൊല്ലം മാനേജർ എന്നെ ഫോൺ വിളിച്ചു. അപ്പം അദ്ദേഹം എപ്പോൾ വിളിച്ചാലും ഇറ്റ് ഈസ് ദറ്റ് യു ഹാവ് നോട്ട് പെയ്ഡ് ദി ഇൻട്രസ്റ്റ്, യു ഹാവ് എ പ്രോബ്ലം, മറ്റേത് പറയാൻ വേണ്ടി മാത്രമാണ്. ആളുകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആ സീറ്റ് ഇരിക്കുന്ന ഒരാളും എന്നെ നല്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ അമ്മയും വീട്ടിലുണ്ടോ? ഉണ്ട്, ഞാൻ ഇപ്പം അങ്ങോട്ട് വരുന്നു. ഞാൻ വെച്ചു വലിയ പ്രോബ്ലമായിട്ട് വന്ന് കുറേ ഡോക്യുമെൻറ്റ്സ് എടുത്ത് തിരിച്ചു തന്നു. ആ ഡോക്യുമെൻറ്റ്സ് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു. ഈ പ്രോപ്പർട്ടീസ് അമ്മയുടെയും എല്ലാം അന്ന് 82 ബാങ്കിൽ വെച്ചതാണ്. നിങ്ങളുടെ ലൈബിലിറ്റി എല്ലാം തീർന്നു, സോ വി ആർ ഗിവിങ് ഇറ്റ്. ആ നിമിഷം ഐ വാസ് നോട്ട് ഈവൻ ഹാപ്പി, ബിക്കോസ് മറ്റേ ലൈബിലിറ്റി ഇവിടെ നിൽക്കുക. ആൻഡ് അതിൻ്റെ ലൈബിലിറ്റി ഈസ് ഫാർ ഹയർ ദാൻ വാട്ട് ഐ ക്യാൻ ഈവൻ ഇമാജിൻ. ഫസ്റ്റ് ഓഫ് ഓൾ മറ്റേതൊന്നും നമ്മളുടെ പേരിലല്ല, സോ ഇറ്റ് ഈസ് നോട്ട് ബിലോങ്ങിങ് ടു എനിത്തിങ്. അപ്പം ഈ ഓരോ സമയത്ത് ഈ ഫൈനാൻഷ്യലായിട്ടുള്ള ഹാപ്പിനെസ് വരുമ്പം യു വിൽ ഗെറ്റ്, എല്ലാവർക്കും ഞാനൊരു ട്രൂത്ത് പറയാം, എവരിബഡി ഹാസ് ഈക്വലന്റ് പ്രോബ്ലംസ് ആൻഡ് ഹാപ്പിനെസ്. ഇറ്റ് ഈസ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ യു ടേക്ക് ഇറ്റ്. ഇപ്പം ഞാൻ മോളെ ഇൻ്റർവ്യൂ ചെയ്താൽ യു വിൽ സ്റ്റാർട്ട് ടെല്ലിങ് മീ അബൌട്ട് യുവർ പ്രോബ്ലംസ് ആൻഡ് ഹാപ്പിനെസ്. അപ്പം നമ്മൾ ഒരാൾ പോയി ഈ അവാർഡ് പോയി മേടിക്കുന്ന സമയം, പ്രസിഡൻ്റ് അവാർഡ് പോയി മേടിക്കുമ്പോൾ അന്ന് അയാളുടെ അച്ഛനായിരിക്കും ICU കിടക്കുന്നത്, മരിക്കാനായിട്ട് പോകുന്നത്. ദർ ആർ ടൈംസ് ദറ്റ് പീപ്പിൾ ഹാവ് ഡൈഡ് ആൻഡ് ഇവർക്ക് ഹാവ് ബീൻ, ഈ സച്ചിൻ തെണ്ടുൽക്കർ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് ഇതായിട്ട്, ബിക്കോസ് ഹി ഹാഡ് ടു ഡു ദ ഡ്യൂട്ടി ടു ഹിസ് കൺട്രി. അപ്പം അദ്ദേഹത്തിന് അന്ന് 100 അടിച്ചതിൻ്റെ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ? ഇല്ലെന്നും അല്ല, ഉണ്ടെന്നും അല്ല. അപ്പം ഈ ഓരോരോ കാര്യങ്ങൾ കഴിയുമ്പം എന്തുവാ അതിൻ്റെ ഇതൊന്നും അല്ല.
ഈ വിനായകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് മോർ ഹാപ്പിയർ ദാൻ ഓൾ ദ ലയബിലിറ്റീസ് ഇതുമല്ല. ഇദ്ദേഹത്തിനെ പോലത്തെ ഒരു വലിയൊരു ആക്ടർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുമോന്ന്. അദ്ദേഹം അവിടെ വന്ന് ഇങ്ങനെ വന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നു. എന്നിട്ടാ പറയുന്നത് ചേട്ടൻ ഇത് ചെയ്യാമെങ്കിൽ എനിക്കും ഇത് ചെയ്യാമെന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഞാൻ എൻ്റെ ലൈഫ് അത്ര വലിയ പ്രോബ്ലം വല്ല ആണോ, ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം കേട്ടപ്പോൾ ഇതിനെക്കാട്ടി വലിയ പ്രോബ്ലം പോലെ എനിക്ക് തോന്നി. ഇതെല്ലാം റിലേറ്റീവ് ആ. എല്ലാവർക്കും പ്രോബ്ലംസ്, എല്ലാവർക്കും, എവ്രിബഡി ഹാസ് പ്രോബ്ലംസ്, എവ്രിബഡി ഹാസ് ഡിഫിക്കൽട്ടീസ്. അതെങ്ങനെയാ ദാറ്റ് യു ആക്ച്വലി ഫേസ് ഇസ് ദി ഓൺലി. സാറിന് തോൽക്കാൻ ഇപ്പൊ പേടിയില്ല, ഇല്ല ഇല്ല, മരണം പേടിയില്ല. സാറിന് എന്താ പേടിയുള്ളത്? എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്തെങ്കിലും പേടിക്കണം എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ കയ്യിലല്ല. നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നതെന്നോ, അതോ ഏത് ആളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഏതാളെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നെല്ലാം ഡെഫിനറ്റ്ലി നോട്ട് അണ്ടർ യുവർ കൺട്രോൾ. ഈ ഒരു പ്രോസസ്സ് എല്ലാ ദിവസവും നമ്മളാണെങ്കിൽ പോസിറ്റീവായിട്ട് എണീച്ച് ടു ആക്ച്വലി ഗോ ത്രൂ എവറിത്തിങ് ദറ്റ് യു ഡു ആസ് ലോങ് ആസ് പോസിബിൾ. ഇതൊരു ഒരു സമയം വരെ ഇതെല്ലാം പറ്റത്തുള്ളൂ. ആസ് ലോങ് ആസ് ഇറ്റ് പോസിബിൾ അത് പതുക്കനെ അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇറ്റ് ഇസ് ഗുഡ്. അല്ലാതെ നമുക്ക് ഒരു കാര്യം ഫിയർ ചെയ്യാനായിട്ടോ ഒന്നും പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട്. നിങ്ങൾ ഏത് ഫിയർ ചെയ്താലും അതല്ലായിരിക്കും നിങ്ങൾക്ക് നടക്കുന്നത്. സംതിങ് എൽസ് വിൽ ഹാപ്പൻ. അത്ര ബില്യൺസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് തിങ്സ് ആർ അവൈലബിൾ ഇൻ നേച്ചർ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മോൾ എപ്പോഴെങ്കിലും വിചാരിച്ചോ at the age of 8 or 18 that you will be sitting in front of me? ആരുമില്ല, ആരും അങ്ങനെ വിചാരിക്കത്തില്ല. അതായത് ഞാൻ that I will be sitting here, അതൊന്നും ഇല്ല. അപ്പം ആ ഒരു കോമ്പിനേഷൻ ഓഫ് തിങ്സ് നമ്മൾ കയറി നമ്മൾ ഇത് കൺട്രോൾ ചെയ്ത് ഇവിടെ എത്തുന്നോ മറ്റേത് എത്താതെ ഇരിക്കുന്നോ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ കൊച്ചൊരു ജോലി, അത് മാത്രമേ ചെയ്യാൻ. അതിൽ ആ കറക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ടങ്ങ് പോയാൽ എവിടെയെങ്കിലും അല്ല എന്തെങ്കിലും അല്ല എത്തും. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മളല്ല ഡിസൈഡ് ചെയ്യേണ്ട. അതിലോട്ട് നമ്മൾ എനർജിയും സ്പെൻഡ് ചെയ്യേണ്ട. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു നമുക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു വേർഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മോളെ പ്രതീക്ഷിക്കണ്ട, ഇതാ ലൈഫ്. ലൈഫ് will be the same. അത് എല്ലാ സമയത്തും അത് ഈ ഒരു 100 കോടി കിട്ടുമ്പം സന്തോഷം, അത് പോകുമ്പം സങ്കടം, ആ ഒരു ഇതങ്ങ് അവോയ്ഡ് ചെയ്യുന്ന നല്ലത്. പക്ഷെ അത് പറ്റൂല. അത് മോളെ അതാ ട്രൂത്ത് എന്ന് മനസ്സിൽ ഏത് കാര്യം നിങ്ങൾ അക്വയർ ചെയ്താലും ഇറ്റ് വിൽ ഗോ അവേ. ബിക്കോസ് ഇതെല്ലാം നിങ്ങൾ ജനിച്ചാ മരിക്കണം, കിട്ടിയ കൊടുക്കണം. ദർ ഇസ് നത്തിങ് എനിബഡി ക്യാൻ ഡു. എനിബഡി. ഏറ്റവും വലിയ കിങ്സും മരിച്ചിട്ടുണ്ട്, അസുഖം വന്ന് മരിച്ചിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഡിസേബിൾഡ് ആയിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ ഏറ്റവും നല്ല ലൈഫ് എന്ന് വെച്ചാൽ ഈ പീക്കിൽ മരിച്ചു പോകുന്നതാണ്. ഈ ഡിസേബിൾഡ് ഇതുമെല്ലാം ആയിട്ട് അവരുടെ ഒരു ഓറയെല്ലാം അങ്ങ് പോകും. ഇപ്പം മഹാത്മാഗാന്ധി അന്ന് ആ സമയത്ത് മരിക്കാതെ പിന്നെ കുറെ ക്യാൻസറും ഇതുമെല്ലാം ആയിട്ട് കുറെ വർഷം അങ്ങ് ജീവിച്ചായിരുന്നെങ്കിൽ ആളുകൾ മൈറ്റ് നോട്ട് ഈവൻ ഹാവ് ഗിവൻ ഹിം സോ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് as what he is doing today. എല്ലാത്തിനും നേച്ചറിനൊരു ഡിസൈൻ ഉണ്ട്. അത് കറക്റ്റായിട്ടാണ് നേച്ചർ ചെയ്യുന്നത്. അതിൽ ഒന്നിൽ ഇപ്പം രാജനൻ്റെ ആണെങ്കിലോ എല്ലാത്തിൻ്റെയും ഒരു സിറ്റുവേഷൻ ആ കറക്റ്റ്. രാജനാണെന്ന് മരിച്ചപ്പം എവരിബഡി കേരളീസ് വെയർ അപ്സെറ്റ് അബൌട്ട് ഇറ്റ്. അവർക്ക് ആർക്കും ഈ ലയബിലിറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാവരും ആ മറ്റേ സൈഡ് മാത്രമേ കാണത്തുള്ളൂ ഓഫ് എവരിബഡി. അപ്പോൾ സംബഡി ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗോ ഫോർവേഡ് ഓൺ ദാറ്റ്. ഇത് ഈ വലുതായിട്ടെല്ലാം ഈ സക്സസ്ഫുൾ ഈ ആക്ടേഴ്സോ ബിസിനസ് പീപ്പിളിലെ എല്ലാവരുടെയും കുട്ടികൾ വിൽ ഹാവ് ടു ടേക്ക് ദ സെയിം ലയബിലിറ്റി. ഇതൊന്നും പറയാൻ പറ്റത്തില്ല. യു ഹാവ് ടു സ്റ്റിൽ ഗോ ത്രൂ ദി ഹോൾ സിറ്റുവേഷൻ. അപ്പോൾ ആ പ്രോസസ്സസ് ആരെല്ലാം എവിടെയെല്ലാം എടുക്കുന്നതെന്ന് നമുക്ക് വല്ലതും അറിയാൻ പറ്റുമോ? ഏതെല്ലാം കാര്യങ്ങളാണ് മാറിക്കിടക്കുന്നതെന്ന്, അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുന്നതെന്ന് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം ആരോ എല്ലാം എടുത്തു
ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയും, ഈ ഫാമേഴ്സ് എല്ലാ ദിവസവും രാവിലെ മഴ പെയ്തോ ഇല്ലെങ്കിലോ എല്ലാം എണീക്കും. അവരാണെങ്കിൽ അവർ കുളിക്കും, അവരുടെ ഫുഡ് കഴിക്കും, അവരുടെ ബുള്ളക്സും കൊണ്ട് അങ്ങ് ടില്ല് ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങും. അത് 4 വർഷം മഴ പെയ്തില്ലെങ്കിലും മഴ പെയ്താലും എല്ലാം ഈ സെയിം പ്രോസസ്സ്. അതുകൊണ്ട് നിങ്ങൾ അരി കഴിക്കുന്നു. ആ ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ ഒരു സോൾജർ എല്ലാ ദിവസവും മുമ്പ് പോയി അവിടെ ഇങ്ങനെ നിന്ന് തിരിച്ചു വരും. ഈ നിങ്ങൾ പറയുന്ന ഈ ജെൻസിക്കെല്ലാം വലിയ ബോറായിരിക്കും. എല്ലാ ദിവസവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോയി ഇരുന്നിട്ട് തിരിച്ചു വരും, പിന്നെയും തിരിച്ചു പോകും, തിരിച്ചു വരും. അവരുണ്ടായോണ്ട് വി ആർ ലിവിങ് ഹിയർ. അവർ ആ സോ കോൾഡ് ഇത് അവർക്ക് എന്നാ ലൈഫ് പോകുന്നത്, എന്നാ ഒരു ബുള്ളറ്റ് വന്ന് കൊള്ളുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. ദേ നോ ഇറ്റ് ഈസ് എ പോസിബിലിറ്റി. പക്ഷെ ആ ഒരാളുകളെ കൊണ്ടോ ആ ഫാമറിനെ കൊണ്ടാ ദറ്റ് യു ആർ ആക്ച്വലി എക്സിസ്റ്റിംഗ് വെൻ യു റിയലൈസ് നിങ്ങളുടെ പ്രോബ്ലം കുറച്ച് കൊച്ചാവും, ചെറുതാണ്. ദെൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലേ ഉള്ളൂ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എല്ലാവരും ഈ ചെടിയാണെങ്കിലും ഈ സണ്ണാണെങ്കിലും എല്ലാം ആ പ്രോസസ്സ് ചെയ്യുന്നോണ്ടാ അപ്പം നിങ്ങൾ അത്ര വലിയ കാര്യമൊന്നും അല്ല. ഇതിലൊരു കൊച്ചായിട്ടൊക്കെ പോത്തതേ ഉള്ളൂ, അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് മാത്രമല്ല, നിങ്ങൾ ഇല്ലെങ്കിലും ആരും അറിയാനും പോകുന്നില്ല. ഇനി മേജർ ആയിട്ടുള്ള കാര്യം എങ്ങനെയായിരുന്നു കല്യാണമൊക്കെ? കാരണം ഈ ഒരു മൊമെന്റിലൊക്കെ ആയിരുന്നല്ലോ കല്യാണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഭയങ്കര പാടായിരുന്നു. ബിക്കോസ് ഇത്രയും ലയബിലിറ്റീസും ഇത്രയും പ്രോബ്ലംസും എല്ലാം ഇരുന്നപ്പോഴായിരുന്നു ഒരു കല്യാണം. അതിൻ്റെ കൂടെ ഒരു കറുത്ത തടിച്ച ഡിക്സലെക്സിക് ഒരാളെ വേറെ ഒരു സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിക്കാനായിട്ട്. ലക്കിലി എൻ്റെ വൈഫ് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ് പഠിച്ചത്, എൻ്റെ നീസിൻ്റെ കൂടെ പഠിച്ചത്. അപ്പം വൈഫ് കണ്ടത് ഒരു കാറി രാവിലെ കൊണ്ടുവന്ന് വിടുന്നു, ലഞ്ച് ടൈമിന് തിരിച്ചു കൊണ്ടുവരുന്നു, പിന്നെ തിരിച്ചു വരുന്നു. കുറേ കാറുകൾ വീട്ടിൻ്റെ മുമ്പൂടെ പോകുമ്പം കുറേ കാറുകൾ, ഇവരെല്ലാവരും നല്ല ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഇതെല്ലാം വൈഫ് കണ്ടിട്ടുള്ളൂ. അപ്പം ഈ കല്യാണത്തിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞിങ്ങനെ നമുക്ക് കുറേ ലയബിലിറ്റീസ് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും രജിസ്റ്റർ ചെയ്തില്ല ഈ വൈഫിന്. വൈഫ് ഗോൾഡ് മെഡലിസ്റ്റാ കേരള യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ ഈ കാര്യം രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മളെ സ്ഥലവും വീടും എല്ലാം അറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞപ്പം അവർക്ക് ഈ അറ്റാച്ച്മെന്റ് ഈ ലവിലും എല്ലാം മാത്രമേ അറിയാവുള്ളൂ. ഈ അറ്റാച്ച്ഡ് വേർഡ് എന്ന് വെച്ചാൽ ബാങ്ക് നമ്മളെ പ്രോപ്പർട്ടി എല്ലാം ഹോൾഡ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് വൈഫ് വിചാരിച്ചത് നല്ല ലൈഫ് ലീഡ് ചെയ്യാം, എനിക്ക് ഞാൻ ജോലിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞോണ്ടാ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ടായി ഈ പ്രോബ്ലംസ്. അല്ലെങ്കിൽ കല്യാണവും നടക്കത്തില്ലായിരുന്നു. ലവ് മാരേജ് ആയിരുന്നു? അല്ലല്ല, അറേഞ്ച്ഡ് ആയിരുന്നു. എനിക്ക് ലവ് ചെയ്യാനൊന്നും ടൈം ഇല്ലായിരുന്നു. ബിക്കോസ് അന്നത്തെ ഈ പ്രോബ്ലംസും എല്ലാം വാസ് ആബ്സല്യൂട്ട്ലി വെരി ബിഗ്. ഇത് പക്ഷെ ഇവിടെ വന്നിട്ടും കുറേ സമയം എടുത്തു വൈഫിന് മനസ്സിലാവാൻ എന്തുവാ ദ ഡെപ്ത് ഓഫ് ദി പ്രോബ്ലം. പിന്നെ എൻ്റെ വൈഫ് എൻ്റെ അമ്മയെ ഒരേ നാളും ഒരേ ഇതെല്ലായതുകൊണ്ട് അവര് കുറേ ഈ എൻ്റെ വൈഫ് വയസ്സാവുമ്പം ഷീസ് ബിഹേവിങ് വെരി മച്ച് ലൈക്ക് മൈ മദർ. അമ്മയെ കണ്ടിട്ടുണ്ട്, അമ്മയെ നോക്കിയിട്ടുണ്ട്. ഈ അച്ഛനെല്ലാം ഞാൻ ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 11 years ബെഡ് റിഡൻ ആയിരുന്നു, ഒരു 20 years ബെഡ് റിഡൻ ആയിരുന്നു. അതെല്ലാം വിനീത നോക്കിയതും എല്ലാം. അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ വന്നു, എന്നിട്ടാ മരിച്ചത്. അപ്പം ഒടുക്കം വിനീത മാത്രമായിരുന്നു കൂടെ ഉള്ളതും എല്ലാം. ഇതെല്ലാം ഒരു സൈഡിലങ്ങ് നടന്നുകൊണ്ടങ്ങ് ഇരിക്കും വെൻ എവറിത്തിങ് ഈസ് ഹാപ്പനിങ്. ഏറ്റവും വലിയ സ്ട്രെങ്ത് വാസ് ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് വരെ വിനീത്തെ കൊണ്ടോ കുട്ടികളെ കൊണ്ടോ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ബിക്കോസ് ഷീ വാസ് വില്ലിങ് ടു ലുക്ക് ആഫ്റ്റർ ദാറ്റ്. യു ഗോ ഫോർ ദി മീറ്റിംഗ്, യു ഡു ദാറ്റ് എന്ന് മാത്രം പറയാതെ തന്നെ പറഞ്ഞു. അപ്പം അത് ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെയാ കാര്യങ്ങളങ്ങ് നടത്തിയത്. അത് എൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാം ഈ ഒരു ബിസിനസ് ഫാമിലിയിലായതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. ഇവരാരും വിൽ നോട്ട് ഇൻ്റർഫിയർ വെൻ യു ആർ എബ്രോഡ് ഓർ ട്രാവലിംഗ് ഓർ ഇതെല്ലാം കാര്യങ്ങൾ. പിന്നെ എൻ്റെ അമ്മയുടെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് ഭയങ്കര രസമാണ്.
എൻ്റെ അമ്മയ്ക്ക് സഡനായിട്ട് ഒരു അസുഖം വന്നു കൊല്ലത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ ആംസ്റ്റർഡാമിലാണ് ആ സമയത്ത്. ഐ ഹാഡ് ഗോൺ. അപ്പം അമ്മയുടെ രണ്ട് ബ്രദേഴ്സ് എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അന്ന് എന്നെയും കാട്ടിയും മച്ച് ലാർജർ ബിസിനസ്സസ് റൺ ചെയ്യുന്ന ആളല്ല. ഒന്ന് ഈ രവീന്ദ്രനാഥൻ നായരും മറ്റേത് KG എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഏറ്റവും എൽഡസ്റ്റ് ബ്രദർ. ഇവർ രണ്ടുപേരും കൂടെ അമ്മയെ അങ്ങ് അപ്പോളോ ഹോസ്പിറ്റൽ മദ്രാസിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ദാറ്റ് എൻ്റെ അമ്മ അപ്പോളോ ഹോസ്പിറ്റലിലാണ്, ഒരു കുഴപ്പമില്ല, നീ നിൻ്റെ ജോലി ചെയ്യുക, എന്നിട്ട് വന്നാൽ മതി, വി വിൽ ലുക്ക് ആഫ്റ്റർ. അപ്പം അങ്ങനത്തെ എല്ലാം സ്ട്രെങ്ത് വളരെ കുറച്ച് ഫാമിലീസിനെ കിട്ടത്തുള്ളൂ, കുറച്ച് ആളുകളേ ഉള്ളൂ. മറ്റവരെല്ലാം ആദ്യമേ കരയാൻ തുടങ്ങും, എന്നെ വന്ന് നോക്ക്, നിങ്ങളുടെ പ്രോബ്ലം അല്ല. അത് വിൽ കോംപ്ലിക്കേറ്റ് ദെയർ ലൈഫ് ഈവൻ മോർ എന്നുള്ള ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് റിയലൈസ്. ഈ ഒരു രണ്ടുപേരും ഒരു ടാൻഡമായിട്ട് വർക്ക് ചെയ്താലേ ഉള്ളൂ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള കാര്യം. അതിൽ ഈ പ്രയോറിറ്റീസും ഏറ്റവും വലിയ പ്രയോറിറ്റീസ് സോൾവ് ചെയ്യാനായിട്ട് നോട്ട് ദാറ്റ് ഏറ്റവും വലിയല്ല, ഈ ഏത് പ്രോബ്ലം ആര് സോൾവ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഹാർട്ടാണോ അതോ കണ്ണാണോ അതോ മൂക്കാണോ ഇമ്പോർട്ടൻ്റ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ല. എല്ലാം കൂടെ ശരിയായിട്ട് വർക്ക് ചെയ്താലേ കറണ്ട്. എനിക്ക് നല്ല ഹാർട്ടാ നല്ല ലിവറാ കണ്ണ് മാത്രം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും വല്ലതും ഉണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഇതെല്ലാം കൂടെ ടാൻഡമായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ നേച്ചർ എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യമുള്ള എല്ലാ സ്ഥലത്തും എത്തിച്ചു. അപ്പം വീസ കിട്ടി, അപ്പം ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഇത് എല്ലാം നല്ല രസമാണ്. ഞാൻ ഈ പ്രാവശ്യം ഈ സുമിറ്റോമോൻ്റെ ചെയർമാനെ സുമിറ്റോമോ ജപ്പാൻ്റെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കമ്പനീസ്. അപ്പം ഞങ്ങളെ വലിയ പയ്യൻ്റെ ചെയർമാനെ കാണാൻ പോയായിരുന്നു. അപ്പം ഈ അവരുടെ തന്നെ വലിയ 2 ടവേഴ്സാണ്. ഒരെണ്ണം അവരുടെ ഓഫീസും ഒരെണ്ണം അവരുടെ ഒരു ഹോട്ടലുമാണ്. അപ്പം അവർ അവിടെ തന്നെ എന്നെ ബുക്ക് ചെയ്തത്. ബട്ട് 10:30 മീറ്റിംഗ്. ഞാൻ 10 o'clock ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ടോക്കിയോയിലായിരുന്നു. അവിടെ സഡനായിട്ട് അപ്പുറത്തെ ഒരു ജുവലറി ഷോപ്പ് 4-5 ആളുകൾ ഗൺ വന്നിട്ട് വെടിവെച്ചിട്ട് എല്ലാം കട്ടെടുക്കാൻ പോകുന്നു. അപ്പം കുറേ ഈ പോലീസ് കാസും അലാമും എല്ലാം. ഇതൊരിക്കലും ജപ്പാനിൽ ഹാപ്പൻ ചെയ്യത്തില്ല. വളരെ ലോ ആ ക്രൈം. അപ്പം എല്ലാവരും ഒന്ന് നിന്ന് വാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ ചെന്നു. ഞാൻ ലിഫ്റ്റ് എടുത്ത് ചെയർമാൻ്റെ ഓഫീസിൽ എത്തിയപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഓൾറെഡി 10:40. ഞങ്ങളുടെ മീറ്റിംഗ് വാസ് ഫോർ ഹാഫ് ആൻ അവർ. അപ്പം ഉടനെ ഞാൻ സെക്രട്ടറി വന്നു, ചെയർമാൻ ഇസ് വെയിറ്റിംഗ്. അപ്പം ഞാൻ റൂമിൽ കയറിയപ്പോഴത്തേക്ക് 10:45 ആയി. വളരെ നല്ല. അപ്പോൾ ഒരു ചായ എല്ലാം ഒഴിച്ചു തന്നിട്ട് ഇങ്ങനെ കുടിച്ചോണ്ട് അവർക്ക് ഈ കൊച്ചു കപ്പും ഭയങ്കര എക്സ്പെൻസീവ് ചായ എല്ലാം. മിസ്റ്റർ പിള്ളെ, ഐ വിൽ ഹാവ് ടു ഡിലേ ദിസ് മീറ്റിംഗ് ബിക്കോസ് എനിക്ക് അടുത്ത മീറ്റിംഗ് 11 o'clock അപ്പം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ the meeting will not get over. അതുകൊണ്ട് ഒന്നുമില്ല. I am rescheduling it for the same time next year. അപ്പോൾ ഇതാ പ്രോസസ്സ്, ഇതാ സിറ്റുവേഷൻ ഓഫ് തിങ്സ്. അപ്പം ആ സിറ്റുവേഷനിലാണ് ഈ ലൈഫ്. അപ്പം ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ നടന്നതും ഇത്രയും കാര്യം ഒരു അത്ഭുതം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നടന്നെല്ലാം കറക്റ്റായിട്ടെല്ലാം ശരിയായിട്ടെല്ലാം വരാനായിട്ടും കാര്യങ്ങളെല്ലാം നടക്കാനായിട്ടും. ഈ ബിസിനസ് ചെയ്യാൻ വരുന്നവർക്ക് വായിക്കേണ്ട ബുക്ക് ഏതാന്ന് വെച്ചാൽ, ഇത്രയും ഓണ്ടർപ്രണേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ലൈഫിലുള്ള അവരുടെ നല്ല നല്ല സ്റ്റോറീസ്, അവരുടെ ഫെയിലിയേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് വേറൊരു ആംഗിളാണ്. സീരിയസ്ലി, ഞാനിപ്പം വിനായകൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല, ആരും അങ്ങനെ പറഞ്ഞു പോകും. ഇതൊരു വേറൊരു ആംഗിളാണ്. അങ്ങേർക്ക് ഒരു ദേഷ്യവും ഒരു ഇതൊന്നുമില്ല. ഇത് വൺസ് എ ഇയർ ഞങ്ങൾ കാണുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഓവറോൾ കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് വേണ്ടി മാത്രമാണ്. ഇറ്റ് ഡിഡ് നോട്ട് എഫക്റ്റ് എനി ഓഫ് അവർ ബിസിനസ്സോ മറ്റേത് മറിച്ചത്. ഈ ഒരു കൊച്ചൊരു സമയം അവിടെ ആയിപ്പോയോണ്ട് വി കുഡിൻ ഗെറ്റ് ഇൻ ടു ദ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് വല്ലതും കുറച്ചോ കൂട്ടിയോ ഒന്നുമില്ല. നന്നായിട്ടാണ് വന്നത് അടുത്ത വർഷം. അങ്ങനെ ഇതങ്ങ് ഷെഡ്യൂൾ അങ്ങ് ഫുള്ളാ, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം
എത്ര ഫ്രജൈലായി കാര്യങ്ങൾ ഈ നടക്കുന്നതും എല്ലാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന ഒരു ദേവാധീനോ ഒരു നേച്ചറിന്റെ ഹെൽപ്പ് എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഏതെങ്കിലും ഒരു കാര്യം മാറിപ്പോയാ the situation could have been very very different. ഇത് എല്ലാ ഈ ലൈബിലിറ്റീസ് കറക്റ്റ് ടൈമിന് പേ ചെയ്യാതെ ഇരിക്കുന്നതോ, അത് ഞങ്ങൾ ഈ March 31 ഇയർ എൻ്റെ അത് ചിലതെല്ലാം 4th ഏപ്രിലെല്ലാം പേ ചെയ്തിട്ടുള്ളത്. അന്ന് ബുക്ക് വെച്ചിട്ടാ എഴുതിയായിരുന്നു അക്കൗണ്ട്. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറൊന്നും അല്ല. അപ്പം അവര് റീഅഡ്ജസ്റ്റഡ് ഈ 31 കിട്ടിയത് പോലെ തന്നെ എഴുതി വെച്ചു. അന്ന് കമ്പ്യൂട്ടറൈസ് അല്ലാത്തോണ്ട് അത് പറ്റി. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു നാടകം എന്നല്ലാതെ വേറെ എന്തോ പറയാൻ പറ്റും. എങ്ങനെ ഇതെല്ലാം ശരിയായത്? അതല്ലെങ്കിൽ അവർ 1 മാസത്തെ ഇൻട്രസ്റ്റ് ഇത് ചെയ്യണം. അത് 55 ലക്ഷത്തിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് അധികം കൂടെ വന്നാൽ നമുക്ക് പേ ചെയ്യാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് എത്ര പേര് ഹെൽപ്പ് ചെയ്ത്, എൻ്റെ കൂടെ ജോലി ചെയ്ത് എത്ര പേര് ഹെൽപ്പ് ചെയ്ത്, അവർ കൂടുന്ന ആളുകള്, കൂടെ നിൽക്കാത്ത ആളുകള് ഗേവ് മി എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, ഇങ്ങനെയാ ലൈഫ് എന്ന്. അത് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് മുമ്പ് പോയി. ഇതെല്ലാം കൂടെയാ വാട്ട് യു സീ എസ് രാജ്മോഹൻ പിള്ളൈ ടുഡേ. എല്ലാം കൂടെ ഈ ഒരു സിറ്റുവേഷനാ at my age of 62 ഇതാ സിറ്റുവേഷൻ ആസ് ഓഫ് റൈറ്റ് നൗ. This was not my situation as 52, 42, 32, 22, 12 or 2. എല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഐ നോ ദാറ്റ് തിങ്സ് വിൽ ചേഞ്ച്. ഇറ്റ് ഹാസ് ടു ചേഞ്ച്. ദാറ്റ് ഇസ് ദ ഓൺലി ട്രൂത്ത്. അല്ലാതെ ഈ എപ്പോഴും ഞാൻ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നോ അതോ ഫെയിലിയർ ആയിട്ടിരിക്കുന്നോ ഒന്നുമില്ല. ഇറ്റ് വിൽ റൊട്ടേറ്റ്. ക്ലാസ് പോലെ സക്സസും ഫെയിലിയറും ഒരുമിച്ചുണ്ട്. ഒരു സർക്കിൾ പോലെ. അതെ, സർക്കിൾ പോലെ അത് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് പ്രത്യേകം പറയണം. സക്സസും ഫെയിലിയറും ഒരു സർക്കിൾ പോലെ നമ്മുടെ സർക്കിൾ പോലെ ഓൺട്രപ്രണേഴ്സിന്റെ അല്ലെന്നെ. എവരിബഡി ഏറ്റവും നല്ല IAS ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്യുന്നില്ല. അവരുടെ ലൈഫ് സഡൻ ആയിട്ട് മാറുന്നില്ലേ? എല്ലാവരും ഈ DGPസിനെ സസ്പെൻഡ് ചെയ്യുന്നില്ല. വാട്ട് ഇസ് ദെയർ ലൈഫ്? അവരുടെ ലൈഫ് ഇസ് ദ സെയിം. നമ്മളാണെങ്കിൽ ഒരു മിനിസ്റ്ററിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു ഫയല് ഒപ്പിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കേസ് എടുക്കുമ്പോൾ നമ്മളുടെ പേരിലും കേസ് വരുന്നില്ലേ? അത് സുപ്രീം കോർട്ട് വരെ പോകുന്നില്ലേ? ആ സമയത്ത് സസ്പെൻഷൻ കിട്ടുന്നില്ല. ഇതെല്ലാം വെദർ ഇറ്റ് ഇസ് ഗവൺമെന്റ് ജോബ്, വെദർ ഇറ്റ് ഇസ് എ പ്രൈവറ്റ് ജോബ്, വെദർ ഇറ്റ് ഇസ് പ്രൈവറ്റ് ഒരു എല്ലാം, വെദർ ഈവൻ യുവർ ജേർണലിസ്റ്റ് ജനിച്ച പ്രശ്നമല്ല. ദിസ് ഇസ് ലൈഫ്. അത് റിയലൈസ് ചെയ്ത then you don't have a problem. ജീവിതം ഇതല്ലെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു കാര്യം മാത്രം ആ ജീവിതം എന്ന് വിചാരിച്ചാൽ യു വിൽ ഹാവ് എ പ്രോബ്ലം. ദ ടൈം ദറ്റ് യു റിയലൈസ് ഇതാ ജീവിതം, യു ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഒരു ദിവസം യു മൈറ്റ് ലൈക്ക് മീ, ഒരു ദിവസം യു മൈറ്റ് നോട്ട് ലൈക്ക് മീ. ഇതാ ജീവിതം, ഇതാ ലൈഫ്, ഇതാ വേൾഡ്. വേൾഡ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. നമുക്ക് അറിയണം ദറ്റ് ഇസ് ദ വേൾഡ്. അത് മാത്രം അറിഞ്ഞാൽ മതി. അത് അറിഞ്ഞു കഴിഞ്ഞാൽ then you don't have a problem. നമ്മളെ വലിയ സന്തോഷമായിട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ എല്ലാം പോകുമ്പം ഭയങ്കര റിച്ച് ആയിരുന്നപ്പോൾ ചെയർമാൻസ് ഓഫ് ബാങ്ക് വന്നു, മോനെ എന്തോ വേണമെങ്കിലും ചെയ്യാം, ബിക്കോസ് ഈ അക്കൗണ്ട് അങ്ങോട്ട് അച്ഛനെ കൊണ്ട് കൊടുക്കാനായിട്ട്. ഇവൻ എന്തൊരു ഇൻ്റലിജൻ്റ്, ഏറ്റവും ഫൂളിഷ് ഒരു കുട്ടിയാണ്, തടിച്ചിങ്ങനെ കറുത്തിങ്ങനെ ഒരു കുട്ടി, എന്തൊരു ഹാൻസമാ മറ്റേതാ മനസ്സിലായത്. അച്ഛനെ സൂചിപ്പിക്കാനായിട്ട് പറയുന്നതെല്ലാം നമ്മൾ കേട്ട് ഈ ആളുകളെ തന്നെ നമ്മൾ ഈ പ്രോബ്ലം വരുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല, അപ്പോയിൻമെന്റ് ചോദിക്കുമ്പോൾ അപ്പോയിന്റ് കിട്ടത്തില്ല. അഥവാ ഇപ്പൊ മീറ്റ് ചെയ്ത ആദ്യമേ യു ആർ ഓൾ ലയേഴ്സ്, തീവ്സ്, മറ്റേതാ മറിച്ചതെന്നല്ലേ. ഈ സെയിം അങ്കിള് ഇങ്ങനെ വിളിക്കുമെന്ന് എനിക്ക് വിചാരിക്കാൻ വരെ പറ്റത്തില്ലായിരുന്നു. പിന്നല്ല കള്ളൻ, ബിക്കോസ് ബാങ്കിൽ നിന്ന് രൂപ എടുത്ത് കൊടുത്തിട്ടില്ല, തിരിച്ചു കൊടുത്തിട്ടില്ല. അവരുടെ മൈൻഡിൽ യു ആർ എ തീഫ്. അപ്പൊ ഇതെല്ലാം ഓപ്പൺ ആയിട്ട് എല്ലാവരുടെയും മുമ്പ് അവരുടെ ജനറൽ മാനേജർ എല്ലാവരുടെയും മുമ്പ് വെച്ച് ചീത്ത വിളിച്ചു, ഐ നെവർ വോണ്ട് ടു സീ യു അഗൈൻ മറ്റേതെല്ലാം പറയുമ്പോൾ യു ഹാവ്, അന്ന് അച്ഛൻ പറയായിരുന്നു യു ഹാവ് ടു ലിസൺ ടു ഇറ്റ്, ബിക്കോസ് അതാ അന്നത്തെ സിറ്റുവേഷൻ. ഈ സെയിം ആളുകൾ വന്ന് നമുക്ക് വന്ന് തിരിച്ചു വന്ന് നിൽക്കും, നമ്മളെ കാറി കൊണ്ടുപോകും, എല്ലാം ഇത് ചെയ്യും. വെൻ യുവർ സിറ്റുവേഷൻ ചേഞ്ചസ്, അതാ ജീവിതം. അപ്പം നമുക്ക് ഓരോരോ റോള് തരും ഓരോരോ സമയത്ത്.
ഡു ഇറ്റ് വെൽ. അത് വെദർ ഇറ്റ് ഇസ് എ ബെഗർ ഓർ എ പ്രിൻസ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതിലോട്ട് ഡോണ്ട് ഗെറ്റ് അറ്റാച്ച്ഡ്. ആ സമയത്ത് ആ റോള് കഴിക്കണം. ഇഫ് ഐ ഹാവ് ടു ടച്ച് യുവർ ഫീറ്റ്, ഐ ഹാവ് ടു ടച്ച്. അത് ഈ ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ കട്ടെടുത്തുകൊണ്ട് പോയ ആളുകൾ, തൊണ്ടി സഹിതം പിടിച്ച ആളുകൾ ഹാസ് ബിക്കം MLAs ആഫ്റ്റർ ഇതായിട്ട്. അപ്പം അവർ വരുമ്പോൾ നമ്മൾ എണീച്ചു നിൽക്കണം. യു കൻ നോട്ട് ഗോ. അത് നമ്മളുടെ ഒരു സെർവൻ്റ് ഉണ്ട് ഹു ഹാസ് ഗോൺ അഹെഡ് ആൻഡ് ബിക്കം എ വെരി ലാർജ് എക്സ്പോർട്ടർ. അപ്പം അവരുടെ അന്നത്തെ സിറ്റുവേഷൻ ഇസ് ഡിഫറെൻറ്റ്. ഇപ്പം ബിന്ദു കൃഷ്ണ വാസ് എ കാഷ്യൂ വർക്കർ. ടുഡേ ഷീ ഈസ് ദ മിനിസ്റ്റർ. അപ്പം യു ആർ റെസ്പെക്ടിങ് ദാറ്റ് പൊസിഷൻ ഓഫ് ദറ്റ് മിനിസ്റ്റർ ടുഡേ ഇതായിട്ട്. അപ്പം യു ഹാവ് നോ ഐഡിയ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, ഹൂ ഇസ് ഗോയിങ് ടു ബി വാട്ട്, ഹൗ, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതാ ജീവിതം. ദ പീപ്പിൾ ദറ്റ് വർക്കിംഗ് അന്ന് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിയും ശക്തിയും എബിലിറ്റിയും തന്ന ഇറ്റ് ഈസ് ഗുഡ്. നമ്മളല്ലാതെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ യു വിൽ ബി ഇൻ പ്രോബ്ലം.